Hello, dear students. Hello, good evening. Good evening, all. എന്റെ ഓഡിയോ കേൾക്കുന്നുണ്ടോ? എല്ലാ കൂട്ടുകാരും പറയൂ. കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യൂ. ഓക്കെ, ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവർക്കും നമസ്കാരം. LSS വിന്നറിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അപ്പോ ടീം 4 കൂട്ടത്തിന്റെ കഴിഞ്ഞൊരു ക്ലാസ് നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാ കൂട്ടുകാരും ക്ലാസ് അറ്റൻഡ് ചെയ്തു, ക്ലാസ് കേട്ടു. എല്ലാ കൂട്ടുകാരും നല്ല രീതിയിൽ അഭിപ്രായം പറഞ്ഞു. അതെല്ലാം മാഷ് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് 4ാം ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ള ഒരു പാഠമുണ്ടല്ലോ. ഒന്നാമത്തെ പാഠം എന്താണ്? ആ പാഠത്തിന്റെ പേര് വരകൾ രൂപങ്ങൾ. വരകൾ രൂപങ്ങൾ എന്ന പാഠഭാഗത്തിൽ പ്രധാനപ്പെട്ട് LSSന് നമ്മൾ എന്തെല്ലാം പഠിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളുണ്ടോ അതെല്ലാം നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടെ മാഷ് ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രധാനമായി പറയുന്ന കാര്യങ്ങളൊക്കെ കൂട്ടുകാരെന്ത് ചെയ്യണം? നോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോ ഞാൻ മാഷ് ആദ്യം ഒരു കാര്യം ചോദിക്കട്ടെ കൂട്ടുകാരെ, ഇതിന്റെ പേരെന്താണെന്ന് അറിയാം നിങ്ങൾക്ക്? ഞാൻ സ്ക്രീനിൽ ഒരു സാധനം കാണിച്ചിട്ടുണ്ട്. എന്താണ് ഈ സാധനത്തിന്റെ പേര് എന്ന് കൂട്ടുകാർക്ക് അറിയോ? അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കൂട്ടുകാർ പറഞ്ഞേ, എന്താണ് ഈ സാധനത്തിന്റെ പേര്? ചില കൂട്ടുകാരുടെ കയ്യിലൊക്കെ ഈ സാധനം ഉണ്ടാവും. ഇത് മടക്കിക്കൊണ്ടൊക്കെ പല സാധനങ്ങൾ ഉണ്ടാക്കും. പല രൂപത്തിൽ വെച്ചുകൊണ്ട് പല കാര്യങ്ങൾ ചെയ്യാറും ഉണ്ടാക്കാറൊക്കെ ഉണ്ട് അല്ലെ? യെസ്, എന്താണ് ഇതിന്റെ പേര്? യെസ്, ഇതിന്റെ പേരാണ് ടാൻഗ്രാം അല്ലെ? ടാൻഗ്രാം എന്നാണ് ഈ രൂപത്തിന്റെ പേര്. നിങ്ങൾക്കൊക്കെ അറിയുന്നുണ്ടാവും, ടാൻഗ്രാം എന്നാണ് ഈ രൂപത്തിന്റെ പേര്, ടാൻഗ്രാം. അങ്ങനെയാണെങ്കിൽ കൂട്ടുകാരോട് ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ, ഈ ടാൻഗ്രാം ഉണ്ടല്ലോ, എത്ര രൂപങ്ങൾ ചേർന്നുകൊണ്ടാണ് ഈ ടാൻഗ്രാം ഉള്ളത്? ഈ ടാൻഗ്രാം എന്ന് പറഞ്ഞാൽ എത്ര രൂപങ്ങളാണ്? യെസ്, ഷെയ്സമോൾ പറയുന്നുണ്ട്, സാലിഹ പറയുന്നുണ്ട്. എത്ര രൂപങ്ങളാണ്? യെസ്, ടാൻഗ്രാം എന്ന് പറഞ്ഞാൽ കൂട്ടുകാർ മനസ്സിലാക്കണം, പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ടാൻഗ്രാമിൽ 7 രൂപങ്ങളുണ്ട്. ഓക്കെ, ടാൻഗ്രാമിൽ 7 രൂപങ്ങളുണ്ട്. 7 ഷേപ്പ് കൂടിയതാണ് എന്ത്? ടാൻഗ്രാം എന്ന് പറയുന്നത്. അപ്പോ ഈ ടാൻഗ്രാം എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു? ടാൻഗ്രാം എല്ലാം നമ്മള് കൂട്ടി വെക്കുന്നു. ടാൻഗ്രാം എല്ലാം കൂട്ടി വെക്കുന്നു. അപ്പൊ ഇതെന്താ കിട്ടിയത്? എന്ത് ഷേപ്പാ കിട്ടിയത്? എല്ലാ ടാൻഗ്രാമും കൂടെ ചേർത്ത് വെച്ചാൽ നമുക്ക് എന്ത് കിട്ടും? യെസ്, ടാൻഗ്രാം എല്ലാം ചേർത്ത് വെച്ചാൽ നമുക്കൊരു സ്ക്വയർ കിട്ടുന്നുണ്ട് അല്ലെ? സമചതുരം കിട്ടുന്നുണ്ട്. സോ നിങ്ങൾ മനസ്സിലാക്കുക, ടാൻഗ്രാം എല്ലാം കൂടെ ചേർത്ത് വെച്ചാൽ നമുക്കൊരു സ്ക്വയർ കിട്ടും. സ്ക്വയർ അഥവാ സമചതുരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഓക്കെ ആണല്ലോ കൂട്ടുകാരെ? അപ്പോ എന്തെല്ലാമാണ് ടാൻഗ്രാമിലുള്ള ഷേപ്പുകൾ എന്ന് നമുക്ക് നോക്കാം. ടാൻഗ്രാമില് കൂട്ടുകാർ മനസ്സിലാക്കണം, ടാൻഗ്രാമില് 5 ത്രികോണങ്ങൾ ഉണ്ട്. എത്ര ത്രികോണം? 5 ത്രികോണം. ടാൻഗ്രാമിൽ 5 ത്രികോണങ്ങൾ ഉണ്ട്. അതുപോലെ തന്നെ 2 വലിയ ത്രികോണങ്ങൾ. 5 ത്രികോണങ്ങൾ എന്ന് പറയുമ്പോൾ 2 വലിയ ത്രികോണങ്ങൾ, ഒരു ഇടത്തരം ത്രികോണം അഥവാ ഒരു മീഡിയം സൈസ്ഡ് ത്രികോണമുണ്ട്. അതുപോലെ 2 ചെറിയ ത്രികോണങ്ങൾ. അപ്പൊ എന്തൊക്കെയാ ടാൻഗ്രാമിലുള്ളത്? വലിയ 2 ത്രികോണങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ഞാൻ മാഷി വേണമെങ്കിൽ ഇവിടെ സ്ക്രീനിൽ മാർക്ക് ചെയ്യാം. ഇതാ വലിയ 2 ത്രികോണം. 1, 2 വലിയ ത്രികോണങ്ങളുണ്ട്. അതുപോലെ തന്നെ ഒരു ഇടത്തരം ത്രികോണമുണ്ട്. അതാണ് മാഷ് 3 എന്ന് നമ്പർ കൊടുത്തിട്ടുള്ളത്. ഇനി ചെറിയ 2 ത്രികോണങ്ങൾ, അതാണ് 4ഉം 5ഉം. കണ്ടല്ലോ, 4ഉം 5ഉം ചെറിയ ത്രികോണങ്ങൾ. ഇനി എന്തൊക്കെയുണ്ട്? ഒരു സമചതുരമുണ്ട് അല്ലെ? സമചതുരം ഇവിടെ ഗ്രീൻ കളറിലുള്ളതാണ് സമചതുരം. ഒരു സമചതുരമുണ്ട്. അതുപോലെ ഒരു സാമാന്തരികവുമുണ്ട്. ഒരു സാമാന്തരികം. അങ്ങനെ ആകെ there are 7 shapes അല്ലെ? 7 രൂപങ്ങൾ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതെല്ലാം ചേർത്ത് വെക്കുമ്പോ, ടാൻഗ്രാമിലുള്ള എല്ലാം ചേർത്ത് വെക്കുമ്പോ ഒരു വലിയ സമചതുരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഒരു വലിയ സമചതുരം. കൂട്ടുകാർക്കൊക്കെ മനസ്സിലായോ? മനസ്സിലായിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർ ലൈക്ക് അടിച്ച്.
കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക. ഓക്കെ, കൂട്ടുകാർക്കെല്ലാം മനസ്സിലാകുന്നുണ്ട്. ഓക്കെ 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 ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത സ്ലൈഡിലോട്ട് പോവാം. കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് വിവിധ രൂപങ്ങളെ കുറിച്ചാണ്. വിവിധ രൂപങ്ങൾ. അപ്പൊ മാഷ് സ്ലൈഡിൽ കുറച്ച് രൂപങ്ങൾ കാണിക്കും. കൂട്ടുകാർ അതിന്റെ പേര് എന്ത് ചെയ്യണം? തിരിച്ചറിയണം. ഓക്കെ, ഒന്നാമത് ഞാനൊരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ഒരു റെഡ് കളറിലുള്ള ചിത്രം. എന്താണ് ഈ ചിത്രത്തിന്റെ പേര്? എന്താണ് ഈ രൂപത്തിന്റെ പേര്? നിങ്ങൾ പറ, എന്താ പേര്? യെസ്, ഇതിന്റെ പേരാണ് സർക്കിൾ എന്ന് പറയും അല്ലെ. സർക്കിൾ അഥവാ മലയാളത്തിലാണെങ്കിൽ എന്ത് പറയും? വൃത്തം എന്ന് പറയും. അല്ലെങ്കിലോ വട്ടം എന്ന് പറയും അല്ലെ. വൃത്തം അല്ലെങ്കിൽ വട്ടം, അതാണ് സർക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഒന്നാമത്തെ രൂപമാണ് സർക്കിൾ അഥവാ വൃത്തം അല്ലെങ്കിൽ വട്ടം എന്ന് പറയുന്നു. ഇനി രണ്ടാമത്തെ രൂപം നിങ്ങൾ പറ. രണ്ടാമത്തെ രൂപം ഏതാണ്? രണ്ടാമത്തെ രൂപമാണ് സ്ക്വയർ. രണ്ടാമത്തെ രൂപം കൂട്ടുകാർ പറയുന്നുണ്ട് സ്ക്വയർ ആണ്, അഥവാ സമചതുരമാണ്. സമചതുരം അല്ലെങ്കിൽ സ്ക്വയർ എന്ന് പറയും. ശരിയല്ലേ? സമചതുരം അല്ലെങ്കിൽ സ്ക്വയർ. ഇനി മൂന്നാമത്തെ രൂപം നോക്കൂ. മൂന്നാമത്തേത് ഏതാ? മൂന്നാമത്തെ രൂപമാണ് ട്രയാങ്കിൾ അല്ലെ. ട്രയാങ്കിൾ എന്ന് പറയുന്നു, അഥവാ ത്രികോണം എന്നാണ് പറയുന്നത്. ട്രയാങ്കിൾ അഥവാ ത്രികോണം. ശരിയല്ലേ? ട്രയാങ്കിൾ അഥവാ ത്രികോണം. ഇനി നിങ്ങൾ പറ, നാലാമത്തെ രൂപത്തിന്റെ പേരെന്താ? ഇവിടെ കൊടുത്തിട്ടുള്ള നാലാമത്തെ രൂപം ഏതാണ്? നാലാമത്തെ രൂപം? യെസ്, നാലാമത്തെ രൂപമാണ് റെക്റ്റാങ്കിൾ അല്ലെ. റെക്റ്റാങ്കിൾ എന്ന് പറയുന്നു, അഥവാ ചതുരം. റെക്റ്റാങ്കിൾ അഥവാ ചതുരമാണ് നാലാമത്തെ രൂപം. അപ്പൊ 4 രൂപങ്ങൾ നമ്മൾ പഠിച്ചു അല്ലെ. ഒന്ന് വൃത്തം അല്ലെങ്കിൽ വട്ടം, സർക്കിൾ എന്ന് പറയും. 2 സമചതുരം, സ്ക്വയർ എന്ന് പറയുന്നു. 3 ത്രികോണം അഥവാ ട്രയാങ്കിൾ എന്ന് പറയുന്നു. 4 ചതുരം അല്ലെ. ചതുരത്തിന്റെ പേരാണ് റെക്റ്റാങ്കിൾ. ഓക്കെ ആണല്ലോ കൂട്ടുകാരെ? അങ്ങനെയാണെങ്കിൽ ഇനി നമ്മള് ഓരോ രൂപത്തിന്റെയും പ്രത്യേകതകൾ നമ്മൾ പഠിക്കാൻ വേണ്ടി പോവാണ്. ഈ പഠിച്ച സ്ലൈഡ് എല്ലാം കൂട്ടുകാർക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും അല്ലെ. 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലൊക്കെ പഠിച്ചു വന്നതാണ് വിവിധ രൂപങ്ങൾ. ഇനി ഓരോ രൂപത്തിന്റെയും പ്രത്യേകതകളാണ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പൊ ആദ്യം മാഷ് എടുത്ത രൂപം ഏതാണ്? ആദ്യം എടുത്ത രൂപമാണ് ഏത്? നിങ്ങൾ പറ, ഏതാണ് നമ്മൾ എടുത്ത രൂപം? ഒന്നാമത് എടുത്ത രൂപമാണ് ചതുരം അല്ലെ. ചതുരമാണ് എടുത്തിട്ടുള്ളത്. ചതുരം അഥവാ റെക്റ്റാങ്കിൾ എന്ന് പറയുന്നു. ചതുരം അഥവാ റെക്റ്റാങ്കിൾ ആണ് നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഇനി ആ കൂട്ടുകാരോട് ചില ചോദ്യങ്ങൾ ചോദിക്കട്ടെ. ഇത് ചതുരമാണല്ലോ. ഈ ചതുരത്തിന് എത്ര വശങ്ങളുണ്ട്? നിങ്ങൾ പറഞ്ഞ് എത്ര വശങ്ങളുണ്ട്? എത്ര സൈഡ്സ് ഉണ്ട്? യെസ്, എത്ര വശങ്ങളുണ്ട്? എത്ര വശങ്ങളാണ് ഉള്ളത്? നിങ്ങൾ പറ, എത്ര വശങ്ങളുണ്ട്? യെസ്, നിങ്ങൾ പറഞ്ഞത് ശരിയാണ് അല്ലെ. 4 വശങ്ങളുണ്ട് അല്ലെ. 4 വശങ്ങളുണ്ട്, 4 സൈഡ്സ് ഉണ്ട്. നമ്മൾ ഓരോ വശത്തിന്റെ ഒരു നമ്പർ ഇടാം. 1, 2, 3, 4 വശങ്ങൾ. ശരിയല്ലേ? 4 വശങ്ങളുണ്ട്, അഥവാ 4 സൈഡ്സ് ഉണ്ട്. ഇനി കൂട്ടുകാര് പറ, എത്ര മൂലകളുണ്ട് ഇതില്? എത്ര മൂലകളുണ്ട്? യെസ്, എത്ര മൂലകളുണ്ട്? 4 മൂലകൾ. ശരിയല്ലേ? നമുക്ക് ഓരോ മൂലയും ഇത് വരച്ചു നോക്കാം. ഇവിടെ ഒരു മൂലയുണ്ട്, ഇവിടെ ഒരു മൂലയുണ്ട്, ഇവിടെ ഒരു മൂലയുണ്ട്, ഇവിടെ ഒരു മൂലയുണ്ട്. 4 മൂലകളുണ്ട്, 4 കോർണറുകൾ ഉണ്ട് അല്ലെ. There are 4 corners. 4 മൂലകളുണ്ട്. ശരിയല്ലേ? ഇനി കൂട്ടുകാരെ ഒരു കാര്യം കൂടെ നമുക്ക് നോക്കാം. 4 വശങ്ങളുണ്ട്, 4 മൂലകളുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ശരിയല്ലേ? ഇനി ഇതില് എതിരെയുള്ള വശങ്ങൾ നമുക്ക് നോക്കാം. 1ഉം 3ഉം നോക്കാം. 1ഉം 3ഉം എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? 1ഉം 3ഉം സൈഡ് 1ഉം സൈഡ് 3ഉം തമ്മിൽ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? നിങ്ങൾ നോക്കിയിട്ട് പറ. യെസ്, എന്താണ് പ്രത്യേകത? സൈഡ് 1ഉം സൈഡ് 3ഉം സെയിം ആണ്, ഈക്വൽ ആണ് അല്ലെ. ഈക്വൽ ആണ്, അഥവാ ഈ 1ഉം 3ഉം ഓപ്പോസിറ്റ് ആണല്ലോ കൂട്ടുകാരെ. 1ഉം 3ഉം ഓപ്പോസിറ്റ് ആണ്. ഓപ്പോസിറ്റ് ഉള്ള സൈഡ് എന്താണ്? ഈക്വൽ ആണ്, തുല്യമാണ്. ഇനി 4ഉം 2ഉം നോക്കൂ. 4ഉം 2ഉം അതുപോലെ തന്നെയല്ലേ.
സൈഡ് 4ഉം സൈഡ് 2 എന്താണ് ഈക്വൽ ആണ്. അഥവാ നമുക്ക് എങ്ങനെ പറയാം, ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ എന്ന് പറയാം. ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ, ഓപ്പോസിറ്റ് ഉള്ള വശങ്ങൾ തുല്യമാണ് എന്ന് പറഞ്ഞൂടെ. അപ്പൊ അങ്ങനെ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും, എതിർവശങ്ങൾ തുല്യമായിരിക്കും. ഇനി നിങ്ങൾ ഒരു കാര്യം കൂടെ നോക്കൂ കൂട്ടുകാരെ, ഒരു കാര്യം കൂടെ നോക്കൂ. നമ്മളെ സൈഡ് 3ഉം സൈഡ് 4ഉം എടുക്കുക. സൈഡ് 3ഉം സൈഡ് 4ഉം, ഈ 3ഉം 4ഉം തമ്മിൽ എന്താണ്, കുത്തനെയാണ് അല്ലെ. 3ന് കുത്തനെയായിട്ടാണ് ആര് നിൽക്കുന്നത്, 4 നിൽക്കുന്നത്. ശരിയല്ലേ? 3ന് കുത്തനെയായിട്ടാണ് 4 നിൽക്കുന്നത്. മാഷി ഇവിടെ ഇങ്ങനെ റെഡ് കൊണ്ട് അടയാളപ്പെടുത്തുന്നത് നോക്കിക്കോ. 3ന് കുത്തനെയാണ് 4 നിൽക്കുന്നത്. 3ന് കുത്തനെയാണ് 4 നിൽക്കുന്നത്. അപ്പൊ നമുക്ക് ഒരു കാര്യം കൂടെ വേണമെങ്കിൽ പറയാം. എന്ത് പറയാം? അടുത്തടുത്തുള്ള വശങ്ങൾ കുത്തനെയായിരിക്കും. അടുത്തടുത്തുള്ള വശങ്ങൾ കുത്തനെയായിരിക്കും എന്ന് പറയാം. ഇനി കൂട്ടുകാരെ, ഞാൻ പറഞ്ഞ മാഷ് പറഞ്ഞ പ്രത്യേകതകളില്ലേ, ആ പ്രത്യേകതകൾ മാഷ് ഇവിടെ സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഒന്ന് വായിച്ചു നോക്കാം നമുക്ക്. ചതുരത്തിന്റെ പ്രത്യേകതയാണ് ഇനി മാഷ് പറയുന്നത്. മാഷ് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഒന്നുകൂടെ പറയാണ്. ഒരു ചതുരത്തിന് 4 വശങ്ങളും 4 മൂലകളും ഉണ്ടായിരിക്കും. അത് നമ്മൾ കണ്ടുല്ലേ. നമ്മൾ 1 2 3 4 നമ്പർ ഇട്ട് എണ്ണി കണ്ടുപിടിച്ചു. 4 വശങ്ങളുണ്ട്. ഇനി എന്ന് പറഞ്ഞു, 4 മൂലകൾ ഉണ്ട് എന്ന് പറഞ്ഞു അല്ലെ. there are 4 corners, 4 മൂലകൾ ഉണ്ട്. അതും നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ എണ്ണി കണ്ടുപിടിച്ചു. ശരിയാണല്ലോ. ഇനി മറ്റൊരു കാര്യം, രണ്ടാമത്തെ പോയിന്റ് നോക്കുക. എതിരെയുള്ള വശങ്ങൾ എപ്പോഴും തുല്യമായിരിക്കും. എതിരെയുള്ള വശങ്ങൾ എപ്പോഴും തുല്യമായിരിക്കും. എതിരെയുള്ള വശങ്ങൾ എപ്പോഴും തുല്യമായിരിക്കും എന്ന് പറഞ്ഞു. അതും നമ്മൾ കണ്ടു അല്ലെ. 2ന് തുല്യമാണ് 4, 1ന് തുല്യമാണ് 3, 1 3 ഇതൊക്കെ എന്താണ്, സൈഡ്സ് ആണ് അല്ലെ. സൈഡ് 1ഉം സൈഡ് 3ഉം ഈക്വൽ ആണ്. അതുപോലെ സൈഡ് 2ഉം സൈഡ് 4ഉം ഈക്വൽ ആണ്. ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ, എതിരെയുള്ള വശങ്ങൾ എപ്പോഴും തുല്യമായിരിക്കും. ഇത് നമ്മൾ എന്ത് ചെയ്തു കൂട്ടുകാരെ, നമ്മൾ പഠിച്ചു. ശരിയാണല്ലോ. ഇനി അവസാനത്തെ പോയിന്റ്, മുകളിലും താഴെയുമുള്ള വരകൾ വിലങ്ങനെയും ഇടതും വലതുമുള്ള വരകൾ അല്ലെ. മുകളിലും താഴെയുമുള്ള വരകളും വിലങ്ങനെയും ഇടതും വലതുമുള്ള വരകളും, ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതും കാണാൻ വേണ്ടിയിട്ട് പറ്റും. മുകളിലും താഴെയുമുള്ള വരകൾ വിലങ്ങനെയും ഇടതുമുള്ള വലതുമുള്ള വരകൾ, ഇതെന്താണ്, ഇത് നമ്മൾ പറഞ്ഞു ഹൊറിസോണ്ടൽ ആണ് അഥവാ കുത്തനെയാണ്. എന്താണ്? കുത്തനെയാണ് അല്ലെ. കുത്തനെയാണ്, ഹൊറിസോണ്ടൽ ആണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒരു ചതുരത്തിന്റെ പ്രത്യേകതയായിട്ട് പഠിക്കാനുള്ളത്. കൂട്ടുകാർക്ക് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ? കൂട്ടുകാർക്ക് പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയോ? യെസ് ഓർ നോ? ഒന്ന് കമന്റ് ചെയ്യൂ, എല്ലാവരും കമന്റ് ചെയ്യൂ. കൂട്ടുകാരെല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേ. മാഷ് പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണെങ്കിൽ യെസ് എന്ന് പറയുക. യെസ്, ഓക്കെ. അങ്ങനെയാണെങ്കിൽ മാഷ് അടുത്തതായിട്ട് പറയാൻ വേണ്ടി പോകുന്ന കാര്യം, കൂട്ടുകാര് പറയാ, ഇവിടെ ഒന്നാമത്തെ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഒന്നാമത്തെ ചിത്രം. ഒന്നാമത്തെ ചിത്രം നിങ്ങൾ നോക്കുക. രണ്ടാമത്തെ ചിത്രം നോക്കുക. മൂന്നാമത്തെ ചിത്രം നോക്കുക. നാലാമത്തെ ചിത്രം നോക്കുക. 4 ചിത്രങ്ങൾ ഇവിടെ സ്ക്രീനിൽ കാണുന്നുണ്ട്. എന്നിട്ട് മാഷ് ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഇതിൽ മൂന്നാമത്തെയും നാലാമത്തെയും ചതുരങ്ങളുടെ വശങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ചതുരം 4 ചതുരം നമ്മൾ കണ്ടു. 1 2 3 4 4 ചതുരങ്ങളുണ്ട്. ഇതിൽ മൂന്നാമത്തെയും നാലാമത്തെയും ചതുരങ്ങളുടെ വശങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഉണ്ട്. എന്ത് പ്രത്യേകതയാണ് കൂട്ടുകാർ കണ്ടത്? കൂട്ടുകാർ പറ, എന്ത് പ്രത്യേകതയാണുള്ളത്? എന്ത് പ്രത്യേകതയാണ് കൂട്ടുകാർക്ക് കാണുന്നത് എന്ന് പറ. യെസ്, എന്ത് പ്രത്യേകതയുള്ളത്? 4 വശങ്ങളും ഈക്വൽ ആണ് അല്ലെ. 4 സൈഡ്സ് ആർ ഈക്വൽ. 4 സൈഡ്സ് ആർ ഈക്വൽ അഥവാ 4 വശങ്ങളും തുല്യമാണ്. അപ്പോ നമ്മൾ ഒന്നാമത്തെയും രണ്ടാമത്തെയും ചിത്രം നോക്കുകയാണെങ്കിൽ, ഈ ഒന്നാമത്തെ ചിത്രത്തിൽ വശം 1ഉം വശം 4ഉം ഈക്വൽ ആണ്. അതുപോലെ തന്നെ വശം 2ഉം വശം 3ഉം ഈക്വൽ ആണ്.
അപ്പൊ ഇത് ഏത് രൂപമായിരിക്കും? നമ്മൾ പറഞ്ഞ ചതുരമാണ് അല്ലെ? ചതുരമാണ് ഒന്നാമത്തെ ചിത്രം. രണ്ടാമത്തതോ? രണ്ടാമത്തെ ചിത്രം നോക്കാം. അതിന്റെ വശം 1 വശം 4 ഈക്വൽ ആണ്. വശം 2 വശം 3 ഈക്വൽ ആണ്. അഥവാ എതിർവശങ്ങൾ ഈക്വൽ ആണ്, എന്നാൽ എല്ലാ വശങ്ങളും എന്തല്ല? ഈക്വൽ അല്ല. അപ്പൊ നമ്മൾ അതിനെ എന്ത് പറയും? നമ്മളിപ്പോ പഠിച്ചുല്ലേ, നമ്മൾ പഠിച്ച സംഭവം തന്നെ. എതിർവശങ്ങൾ തുല്യമായിരിക്കും. അതാണ് എന്ത്? ചതുരം എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെയും നാലാമത്തെയും ചിത്രം നോക്കൂ കൂട്ടുകാരെ. മൂന്നാമത്തെയും നാലാമത്തെയും ചിത്രത്തിൽ 4 വശങ്ങളും തുല്യാണ്. ശരിയല്ലേ? വശം 1 വശം 2 വശം 3 വശം 4 4 വശങ്ങളും എന്താണ്? ഈക്വൽ ആണ്. അതുപോലെ നാലാമത്തെ ചിത്രോ, അതിലും 4 വശങ്ങളും ഈക്വൽ ആണ്. ശരിയല്ലേ? 4 വശങ്ങളും എന്ത് ചെയ്യാണ്? തുല്യമാണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം കൂട്ടുകാരെ? നമ്മൾ നേരത്തെ ചതുരം പഠിച്ചല്ലോ. ആ ചതുരത്തിൽ എതിർവശങ്ങൾ മാത്രമാണ് തുല്യമായത്. ചതുരത്തിൽ എതിർവശങ്ങൾ മാത്രമാണ് തുല്യമായത്. എന്നാൽ നമ്മൾ മൂന്നാമത്തെയും നാലാമത്തെയും ചിത്രം കണ്ടു. അതിൽ 4 വശങ്ങളും എന്താണ്? തുല്യമാണ്. അങ്ങനെ 4 വശങ്ങളും തുല്യമായ ചിത്രത്തിന് പറയുന്ന പേരെന്താ? 4 വശങ്ങളും തുല്യമായ ചിത്രമാണ്. അതിന് പറയുന്ന പേരാണ് സമചതുരം. പഠിക്ക. അതിന് പറയുന്ന പേരാണ് സമചതുരം അഥവാ സ്ക്വയർ എന്ന് പറയുന്നു. സമചതുരം അഥവാ സ്ക്വയർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പ്രത്യേകത നമുക്ക് പഠിക്കണം. എന്തൊക്കെയാണ് സമചതുരത്തിന്റെ പ്രത്യേകതകൾ? കൂട്ടുകാർ നന്നായിട്ട് ശ്രദ്ധിച്ചോ. സമചതുരത്തിന്റെ പ്രത്യേകതകളാണ് നമ്മൾ പഠിക്കുന്നത്. സമചതുരത്തിന്റെ പ്രത്യേകതകളിൽ ഒന്നാമത്തെ പോയിന്റ് കൂട്ടുകാർ നന്നായിട്ട് നോട്ട് ചെയ്തു വെച്ചോ. സമചതുരത്തിന്റെ പ്രത്യേകതകളിൽ ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് മാഷ് പറയുന്നത് 4 വശവും തുല്യമായ ചതുരമാണ് സമചതുരം. നമ്മൾ പറഞ്ഞ ചതുരം ഉണ്ടല്ലോ, ആ ചതുരത്തിനെ പോലെ 4 വശങ്ങളും 4 മൂലകളും ഉണ്ടാവും. അതൊക്കെ നമുക്കറിയാം. ആ 4 വശങ്ങളും 4 മൂലകളും ഉണ്ടാവും. അതിന്റെ കൂടെ 4 വശങ്ങളും തുല്യമാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് സമചതുരം. ഓക്കെ, 4 വശങ്ങളുണ്ട്, 4 മൂലകളുണ്ട്. അതിനൊന്നും ഒരു പ്രത്യേകതയുമില്ല. അതൊക്കെ അതുപോലെ തന്നെയാണ്, വ്യത്യാസമില്ല. 4 വശങ്ങൾ 4 മൂലകൾ. ആ വശങ്ങളുടെ പ്രത്യേകത എന്താ? 4 വശങ്ങളും തുല്യമായിരിക്കും. 4 വശങ്ങളും എന്താണ്? തുല്യമാണ്. അത്തരം ചതുരം 4 വശവും തുല്യമായ ചതുരമാണ് സമചതുരം. യെസ്, എല്ലാ സമചതുരവും എന്താണ്? ചതുരാണ്. മനസ്സിലായല്ലോ? എല്ലാ സമചതുരവും ചതുരാണ്. കാരണം എന്താ? ഇപ്പൊ നമ്മൾ ഇവിടെ സ്ക്രീനിൽ ചിത്രത്തിൽ നമുക്കൊരു സമചതുരം കാണുന്നുണ്ട്. ഇത് ചതുരല്ലേ? ചതുരത്തിന്റെ പ്രത്യേകത ഒക്കെ ഈ സമചതുരത്തിനുണ്ട് അല്ലെ? അപ്പൊ എല്ലാ സമചതുരവും എന്താണ്? ചതുരാണ്. എല്ലാ സമചതുരവും ചതുരാണ്. അങ്ങനെയാണെങ്കിൽ മാഷ് ഒരു കാര്യം ചോദിക്കട്ടെ. യെസ് ഓർണോ പറയാ. കൂട്ടുകാര് യെസ് ഓർണോ പറയുക. എല്ലാ ചതുരവും സമചതുരമാണ്. യെസ് ഓർണോ? എല്ലാ ചതുരവും സമചതുരമാണ്. യെസ് ഓർണോ? യെസ്, കൂട്ടുകാർ പറഞ്ഞത് ശരിയാണ്. നോ, തെറ്റാണ്. അത് തെറ്റാണ്, ഫാൾസ് ആണ് അല്ലെ? എല്ലാ ചതുരവും എന്നല്ല? സമചതുരല്ല. എല്ലാ ചതുരവും സമചതുരമല്ല. എന്നാൽ എല്ലാ സമചതുരവും എന്താണ്? ചതുരമാണ്. ആ പ്രത്യേകതയും കൂട്ടുകാർ മനസ്സിലാക്കുക. എല്ലാ സമചതുരവും ചതുരമാണ്, എന്നാൽ എല്ലാ ചതുരവും എന്തല്ല? സമചതുരമല്ല. മനസ്സിലായോ കൂട്ടുകാർക്ക്? ക്ലിയർ ആയോ? കൂട്ടുകാർ യെസ് എന്ന് പറയൂ. ക്ലിയർ ആണെങ്കിൽ യെസ് എന്ന് പറയൂ. ക്ലിയർ ആണെങ്കിൽ കൂട്ടുകാർ യെസ് എന്ന് പറയൂ. മനസ്സിലായിട്ടുണ്ടെങ്കിൽ യെസ് എന്ന് പറയാം. യെസ്, ഓക്കെ. അപ്പൊ എന്താ പറഞ്ഞത്? എല്ലാ ചതുരവും എന്താണ്? എല്ലാ ചതുരവും സമചതുരമല്ല, എന്നാൽ എല്ലാ സമചതുരവും ചതുരമാണ്. അതുപോലെ തന്നെ 4 വശവും തുല്യമായ ചതുരത്തിനെ നമ്മൾ എന്ത് പറയും? സമചതുരം എന്ന് പറയും, അഥവാ സ്ക്വയർ എന്നാണ് നമ്മൾ പറയുന്നത്. സ്ക്വയർ. ഓക്കെ ആണല്ലോ കൂട്ടുകാരെ? എങ്കിൽ മാഷ് അടുത്ത കാര്യം പറഞ്ഞുതരാം. അടുത്തൊരു ചോദ്യം മാഷ് ചോദിക്കട്ടെ, കൂട്ടുകാർ ഉത്തരം പറയണം. ഓക്കെ, മാഷ് ഇവിടെ ഒരു കടലാസ് എടുത്തിട്ടുണ്ട്. 2 ചതുരക്കടലാസ് ഇവിടെ സ്ക്രീനിൽ കുട്ടികൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. കൂട്ടുകാർ പറയേണ്ടത്, മാഷ്
ഈ ചതുരക്കടലാസിൽ നിന്നും ഒരു മൂലാണ് മുറിച്ച് കളഞ്ഞു. ഒരു മൂല എന്ത് ചെയ്യുന്നു? മുറിച്ച് കളഞ്ഞു. ഈ റെഡ് കൊണ്ട് വരച്ചത് മുറിച്ച് കളഞ്ഞതാണെന്ന് കൂട്ടുകാർ സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ചതുരക്കടലാസിന് ഇപ്പോ എത്ര മൂലകൾ ഉണ്ടായിരിക്കും? കൂട്ടുകാർ പറ. മാഷ് ഈ ചതുരക്കടലാസിന്റെ ഒരു മൂല ചിത്രത്തിൽ വരച്ച പോലെ മുറിച്ച് കടന്നു. ഇനി ചിത്രത്തിൽ എത്ര മൂലകൾ ഉണ്ടാവും എന്ന് കൂട്ടുകാർ പറ. മാഷ് ഒന്നുകൂടെ കാണിച്ചു തരാം, സൂം ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. മക്കള് നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം ഉത്തരം പറയാന്. മാഷ് എന്ത് ചെയ്യുന്നു? ഈ ചതുരക്കടലാസിൽ നിന്നും ഒരു മൂല മുറിച്ച് കളഞ്ഞു. എങ്കിൽ ഇപ്പോൾ ഈ ചതുരക്കടലാസിന് എത്ര മൂലകൾ ഉണ്ടായിരിക്കും? യെസ്, കൂട്ടുകാർ പറയുന്നത് ശരിയാണ്. കൂട്ടുകാർ പറയുന്നത് ശരിയാണ്. നമുക്ക് നോക്കാം അല്ലെ? നമുക്ക് ഉത്തരം നോക്കാം. നമുക്ക് എണ്ണി നോക്കാം. ഓക്കെ, എണ്ണി നോക്കാം. ഇവിടെ ഒരു മൂലയുണ്ട് അല്ലെ? ഇവിടെ ഒരു മൂല, ഇവിടെ ഒരു മൂല. അപ്പൊ രണ്ടെണ്ണായി അല്ലെ? ഇവിടെ ഒന്ന്, ഇവിടെ രണ്ട് മൂലയായി. ഇനി ഇവിടെ മൂന്ന് മൂലയായി. ഇവിടെ ഒരെണ്ണം കൂടി ഉണ്ട്, അപ്പൊ മൂന്ന് മൂലയായി. ഇനി കൂട്ടുകാർ ശ്രദ്ധിക്കുക, നമ്മള് ചിത്രത്തിൽ കൊടുത്ത പോലെ മുറിച്ച് കളഞ്ഞാൽ ഒരു മൂലയുടെ എണ്ണം കുറയുകയല്ല സംഭവിക്കുന്നത്. കാരണം എന്താ? ഇവിടെ ഒരു മൂല വന്നു, അത് നാലാമത്തെ മൂല. ഇവിടെയും ഒരു മൂല വന്നു, അത് അഞ്ചാമത്തെ മൂല. അപ്പൊ നാല് മൂലയുള്ളതിന്റെ ഒരു മൂല മുറിച്ച് കളഞ്ഞപ്പോ എന്താ സംഭവിച്ചത്? ഒരു മൂല കൂടിയില്ലേ? ഒരു മൂല കൂടിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം പരീക്ഷയ്ക്ക് വന്ന കൂട്ടുകാർ എന്താ ചെയ്യേണ്ടത്? കൂട്ടുകാർ ഒരു ചിത്രം വരച്ചു നോക്കുക. ചിത്രം വരച്ചു നോക്കിയിട്ട് എന്ത് ചെയ്യുക? കൂട്ടുകാർ മൂലകൾ എണ്ണി നോക്കിയാൽ മതി. അപ്പൊ എത്ര മൂലകൾ ഉണ്ട്? There are 5 corners. 5 മൂലകൾ ഉണ്ട് അല്ലെ? 5 മൂലകൾ. ഓക്കെ ആണോ കൂട്ടുകാരെ? ഒന്ന് ലൈക്ക് അടിച്ചേ. ഓക്കെ ആണെങ്കിൽ യെസ് എന്ന് പറയൂ. യെസ് എന്ന് പറ. യെസ്, ഓക്കെ. അങ്ങനെയാണെങ്കിൽ കൂട്ടുകാരെ, മാഷ് ഒരു ചോദ്യം കൂടെ ചോദിക്കട്ടെ. മാഷ് ഒരു വെള്ളക്കടലാസ് കൂടെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് മാഷ് എന്ത് അറിയോ? അതിന്റെ ഒരു മൂല ഇതുപോലെ മുറിച്ച് കളഞ്ഞു. ഇപ്പോ നമ്മുടെ വെള്ളക്കടലാസിന് എത്ര മൂലകൾ ഉണ്ടെന്ന് പറ കൂട്ടുകാർ പറ. ഇതുപോലെ ഒരു മൂല എന്ത് ചെയ്തു? മുറിച്ച് കടന്നു. ഒരു ചതുരാകൃതിയിൽ ഒരു മൂല മുറിച്ച് കടന്നു. ഓക്കെ, ചതുരാകൃതിയിൽ എന്ത് ചെയ്യുന്നു? മാഷ് വെള്ളക്കടലാസിൽ നിന്നും ഒരു മൂല മുറിച്ച് കളയുന്നു. ഇപ്പൊ എത്ര മൂലകൾ ഉണ്ട് എന്ന് കൂട്ടുകാർ പറ. എത്ര മൂലകൾ ഉണ്ട്? കൂട്ടുകാർ കമന്റ് ചെയ്ത് നടക്കൂ. നമ്മുടെ കമന്റ് ബോക്സ് പവർ ആക്കണം കേട്ടോ. കമന്റ് ബോക്സിൽ നിങ്ങൾ പവർ കൊണ്ടുവരണം. യെസ്, കൂട്ടുകാർ പറയുന്നത് ശരിയാണ്. എത്ര മൂലകൾ ഉണ്ട്? മാഷ് എണ്ണി തരാം. കൂട്ടുകാർ ശ്രദ്ധിച്ചോളൂ. നമുക്ക് ഓരോ മൂലകളും എന്ത് ചെയ്യാം? എണ്ണി നോക്കാം. ഓക്കെ, ഇവിടെ ഒരു മൂലയുണ്ട് അല്ലെ? ഇവിടെ ഒരു മൂലയുണ്ട്. രണ്ടാമത്തെ മൂല ഇവിടെ നിൽക്കുന്നു, 2. മൂന്നാമത്തെ മൂല ഇവിടെ നിൽക്കുന്നു, 3. ഇനി കൂട്ടുകാർ നോക്കിക്കേ, അടുത്ത മൂല എവിടെ ഉണ്ടാവുക? ഇവിടെ ഒരു മൂല ഉണ്ടാവും, ശരിയല്ലേ? അതാണ് നാലാമത്തെ മൂല. ഇനി കൂട്ടുകാർ പേപ്പർ മുറിച്ച് നോക്കുമ്പോ ഇവിടെ ഒരു മൂല കാണാൻ വേണ്ടിയിട്ട് പറ്റും, അതാണ് അഞ്ചാമത്തെ മൂല. ഇനി ഇവിടെ ഒരു മൂല ഉണ്ടാവും, അപ്പൊ അത് ആറാമത്തെ മൂല. അപ്പൊ ആകെ എത്ര മൂലകൾ കിട്ടി? ആകെ 6 മൂലകൾ കിട്ടി, ശരിയല്ലേ? അപ്പോ ഈ ചിത്രത്തിൽ എത്ര മൂലകൾ ഉണ്ട്? 6 മൂലകൾ ഉണ്ടായിരിക്കും, അഥവാ 6 കോർണറുകൾ ഉണ്ടായിരിക്കും. ആദ്യം വരച്ച ചിത്രത്തിൽ 5 മൂലകൾ ഉണ്ടായിരിക്കും. 5 കോർണേഴ്സ് ആണ് ഉണ്ടായിരിക്കുന്നത്. ഓക്കെ ആണോ കൂട്ടുകാരെ? ഓക്കെ ആണോ? കൂട്ടുകാർ പറ. ഓക്കെ ആണോ? യെസ്, ഓക്കെ. അങ്ങനെയാണെങ്കിൽ കൂട്ടുകാരെ, നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അടുത്തത് മാഷ് പറയുന്നത് ചതുരവും ചതുരക്കട്ടയുമാണ്. കൂട്ടുകാരെ, നമ്മൾ പഠിച്ചു ചതുരം, നമ്മൾ പഠിച്ചു അല്ലെ? സ്ക്വയർ നമ്മൾ പഠിച്ചു, അത് സമചതുരം. അതുപോലെ റെക്റ്റാങ്കിൾ നമ്മൾ പഠിച്ചു, അതാണ് ചതുരം, ശരിയല്ലേ? അപ്പോ ചതുരവും ചതുരക്കട്ടയും തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ നോക്കുന്നത്. കൂട്ടുകാർ ശ്രദ്ധിക്കുക. ചതുരത്തിന് രണ്ട് എതിർവശങ്ങൾ തുല്യമാണ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ? കൂട്ടുകാരെ, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. എന്താണെന്നറിയോ? ചതുരത്തിൽ 4 വശങ്ങൾ ഉണ്ട്, അതിൽ 2 എതിർവശങ്ങൾ തുല്യമാണ് എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ പറഞ്ഞു.
അതിൽ തന്നെ ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കാനുണ്ട്. ചതുരത്തിന് നീളം കൂടിയ വശവുമുണ്ട്, നീളം കുറഞ്ഞ വശവുമുണ്ട്. ശരിയല്ലേ? മാഷ് എന്ത് ചെയ്യാം? ഇവിടെ ചതുരത്തിന്റെ വശങ്ങളെ സൈഡ് എ എന്ന് കൊടുത്തു, സൈഡ് എ എന്ന് കൊടുത്തു. അതുപോലെ തന്നെ ഒരു വശത്തിന് സൈഡ് ബി എന്ന് കൊടുത്തു. കൂട്ടുകാർ പറ, സൈഡ് എയും സൈഡ് ബിയും ഉണ്ട്. ഇതിൽ എ ആണോ ബി ആണോ നീളം കൂടുതൽ? സൈഡ് എ ആണോ സൈഡ് ബി ആണോ നീളം കൂടുതൽ? എ അല്ലെങ്കിൽ ബി? ഏതെങ്കിലും ഒന്ന് കമന്റ് ചെയ്യോ. നീളം കൂടുതൽ ഉള്ളത് എ ആണോ ബി ആണോ? ഏത് സൈഡാ? കൂട്ടുകാർ പറ, സൈഡ് എ ആണോ സൈഡ് ബി ആണോ നീളം കൂടുതൽ? ഏതാണ്? യെസ്, സൈഡ് എ ആണ് നീളം കൂടുതൽ. ശരിയല്ലേ? സൈഡ് എ ആണ് നീളം കൂടുതൽ, സൈഡ് ബി നീളം കുറവാണ്. സൈഡ് ബി നീളം കുറവാണ്. അപ്പൊ കൂട്ടുകാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ചതുരത്തിൽ നീളം കൂടുതലുള്ള ഭാഗത്തിന് പറയുന്ന ഒരു പേരുണ്ട്. എന്താണെന്നറിയോ? നീളം കൂടുതലുള്ള ഭാഗത്തിന് പറയുന്ന പേരെന്താ? നീളം കൂടുതലുള്ള ഭാഗത്തിന് എന്ത് പറയും? അതിനെ പറയുന്ന പേരാണ് നീളം. നീളം കൂടുതലുള്ള ഭാഗത്തിനെ പറയുന്ന പേരാണ് നീളം എന്ന് പറയുന്നു, അഥവാ ലെങ്ത് എന്ന് പറയുന്നു. നീളം കൂടുതലുള്ള ഭാഗമാണ് നീളം അഥവാ ലെങ്ത് എന്ന് പറയുന്നു. ഇനി സൈഡ് ബി നീളം കുറവാണ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ? കൂട്ടുകാർ മനസ്സിലാക്കുക, സൈഡ് ബി എന്ന് പറയുന്നത് നീളം കുറവാണ്. അപ്പോ നീളം കുറവുള്ളതിന് എന്ത് പറയും? നീളം കുറവുള്ളതിന് എന്ത് പറയും? അതിന് എന്ത് പേരാ നമ്മൾ കൊടുക്കുക? സൈഡ് ബിക്ക് എന്ത് പേര് കൊടുക്കും? കൂട്ടുകാർ പറ. യെസ്, എന്ത് പറയും? അതിനെ നമ്മൾ വീതി എന്ന് പറയും. വീതി അഥവാ ബ്രെഡ്ത്ത് എന്ന് പറയും. ബ്രെഡ്ത്ത് അല്ലെ? ബ്രെഡ്ത്ത് എന്നാണ് പറയുന്നത്. ലെങ്ത് എന്ന് പറഞ്ഞാൽ നീളം കൂടുതലുള്ളത് നീളം. ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ നീളം കുറവുള്ള ഭാഗം അഥവാ വീതി എന്ന് പറയും. അങ്ങനെ എനിക്ക് കൂട്ടുകാരോട് ഒരു കാര്യം കൂടെ ഞാൻ ചോദിക്കട്ടെ. കൂട്ടുകാർ പറ, ഒരു ചതുരത്തിന് എത്ര നീളം ഉണ്ടാവും? ഒരു ചതുരത്തിന് എത്ര നീളം ഉണ്ടാവും? എത്ര ലെങ്ത് ഉണ്ടാവും? എത്ര നീളങ്ങൾ ഉണ്ടാവും ഒരു ചതുരത്തിന്? യെസ്, ഒരു ചതുരത്തിന് 2 നീളങ്ങൾ ഉണ്ടാവും. ശരിയല്ലേ? ഒരു ചതുരത്തിന് 2 നീളങ്ങൾ. ഇവിടെ നമ്മൾ മുകളിൽ ഒരു നീളം മാർക്ക് ചെയ്തു. അതിന്റെ നേരെ ഓപ്പോസിറ്റ് എന്തുണ്ട്? ഒരു നീളം കൂടെ ഉണ്ടാവും, അഥവാ ഒരു ലെങ്ത് ഉണ്ടാവും. ഇനി ചതുരത്തിന് എത്ര വീതി ഉണ്ടാവും കൂട്ടുകാരെ? ചതുരത്തിന് എത്ര വീതി ഉണ്ടായിരിക്കും? യെസ്, ചതുരത്തിന് 2 വീതി ഉണ്ടായിരിക്കും, അഥവാ ഓപ്പോസിറ്റ് സൈഡിലുള്ള നീളം കുറഞ്ഞ ഭാഗമാണ് വീതി എന്ന് പറയുന്നത്. അപ്പൊ ചതുരത്തിന് 2 നീളവും 2 വീതി ഉണ്ടായിരിക്കും. 2 ലെങ്ത്തും ഉണ്ടാവും, 2 ബ്രെഡ്ത്തും ഉണ്ടാവും. ഓക്കെ ആണല്ലോ കൂട്ടുകാരെ? അപ്പൊ 2 ലെങ്ത്തും 2 ബ്രെഡ്ത്തും, അങ്ങനെ ടോട്ടൽ 4 സൈഡ് കൂടിയതാണ് ചതുരം എന്ന് നമ്മൾ പറഞ്ഞു. ഇനി മാഷ് ഇവിടെ ഒരു ചതുരക്കട്ടയാണ് എടുത്തിട്ടുള്ളത്. ഒരു ചതുരക്കട്ട. നമ്മള് ചതുരത്തിൽ പറയാത്ത എന്ത് പ്രത്യേകതയാണ് ചതുരക്കട്ടയിലുള്ളത്? കൂട്ടുകാർ പറ. നീളവും വീതിക്കും പുറമെ എന്ത് പ്രത്യേകതയാണ് ചതുരക്കട്ടയിലുള്ളത്? നീളമുണ്ട്, വീതിയുണ്ട്, അതിന്റെ കൂടെ ഒരാൾ കൂടെ എന്തിനുണ്ട്? ചതുരക്കട്ടയിലുണ്ട്. ആരാണ് ആ വ്യക്തി? ആരാണ് കൂടുതലായിട്ടുള്ളത്? കൂട്ടുകാർ പറ. യെസ്, എന്തുണ്ട്? ഉയരമുണ്ട് അല്ലെ? ഉയരമുണ്ട്. നീളവും വീതിക്കും പുറമെ എന്തുണ്ട്? ഉയരമുണ്ട്. മാഷ് വരച്ച് കാണിച്ചു തരാം, കൂട്ടുകാർ നോക്കിക്കോ. നമ്മൾ ഇവിടെ ഒരു മഞ്ഞ കളറിൽ ഒരു വര വരച്ചു. ഇതാണ് ചതുരത്തിന്റെ നീളം, സോറി ചതുരക്കട്ടയുടെ നീളം. ഇനിയോ മാഷ് ഇങ്ങോട്ട് വര വരച്ചു, അതാണ് ചതുരക്കട്ടയുടെ വീതി. അപ്പൊ എന്തുണ്ട്? നീളം ഉണ്ട്, ചതുരത്തെ പോലെ നീളമുണ്ട്, ചതുരത്തെ പോലെ വീതിയുണ്ട്. അതിന് പുറമെ ഒരാൾ കൂടെ ഉണ്ട്, മുകളിലേക്ക് ഒരാളുണ്ട് അല്ലെ? ആരാണത്? അതാണ് ഹൈറ്റ് അല്ലെ? ഉയരം കൂടെ അതിന് വരുന്നുണ്ട് അല്ലെ? നീളം. എസ് ഓർമ്മ പറയൂ കൂട്ടുകാരെ. മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ എസ് എന്ന് പറയൂ. നീളവും വീതിയും ഉയരവും കൂടിയതാണ് ചതുരക്കട്ട. നീളമുണ്ട്, വീതിയുണ്ട്, ഉയരമുണ്ട്. ഇതാണ് ചതുരക്കട്ട. ഓക്കെ ആണല്ലോ? അപ്പൊ ഇത്ര കാര്യങ്ങൾ കൂട്ടുകാർ ഇപ്പൊ മനസ്സിലാക്കിയാൽ മതി. നീളം, വീതി, ഉയരം, ഇത് മൂന്നും കൂടിയതാണ് എന്ത്? ചതുരക്കട്ട. ചതുരയാണെങ്കിൽ എന്തുണ്ടാവുകയുള്ളൂ? ചതുരയാണെങ്കിൽ നീളവും വീതിയും മാത്രമേ ഉള്ളൂ. ചതുരക്കട്ടയാണെങ്കിൽ നീളമുണ്ട്, വീതിയുണ്ട്, ഉയരമുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് പോവാം. കൂട്ടുകാരെ, അടുത്തത് പറയുന്നത് മാഷ് സമചതുരക്കട്ടയാണ്.
ചതുരക്കട്ട എന്ന് പറഞ്ഞാൽ നീളവും വീതിയും ഉയരവും ഉണ്ടായിരിക്കും. നീളവും വീതിയും ഉയരവും ഉള്ളതാണ് ചതുരക്കട്ട. ഇതേ ചതുരക്കട്ടയുടെ എല്ലാ വശങ്ങളും തുല്യമാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് സമചതുരക്കട്ട. കൂട്ടുകാർ മനസ്സിലാക്കുക, ചതുരക്കട്ടയുടെ തന്നെ എല്ലാ വശങ്ങളും തുല്യമാണെങ്കിൽ അതിനെ എന്ത് പറയും? സമചതുരക്കട്ട എന്ന് പറയും. ഈ ചിത്രം കണ്ടോ കൂട്ടുകാരെ? ഈ ചിത്രം കണ്ടല്ലോ. ഇതിന്റെ നീളവും വീതിയും ഉയരവും എന്താണ്? നീളവും വീതിയും ഉയരവും തുല്യമാണ്. നമുക്ക് ഒരു രൂപത്തിൽ പറയാം. എങ്ങനെ പറയാം? ഇതെന്താണ്? റുബിക്സ് ക്യൂബ് ആണ് അല്ലെ മക്കളെ? ഇതാണ് റുബിക്സ് ക്യൂബ് എന്ന് പറയുന്നത്. ഈ ചിത്രത്തിൽ നീളത്തിൽ 3 കട്ടകൾ ഉണ്ട് അല്ലെ? 1, 2, 3 കട്ടകളാണ് നീളത്തിലുള്ളത്. ഇനി വീതിയിലോ? വീതിയിലും 3 കട്ടകളുണ്ട്. ഇനി ഉയരത്തിലോ? ഉയരത്തിലും 1, 2, 3 കട്ടകൾ ഉയരത്തിലുമുണ്ട്. ഉയരത്തിലേക്കും 3 കട്ടകളുണ്ട്. അപ്പോ നമുക്ക് എന്ത് പറയാം? ഇതിന്റെ നീളവും തുല്യമാണ്, വീതിയും തുല്യമാണ്, ഉയരവും തുല്യമാണ്. അങ്ങനെ നീളവും വീതിയും ഉയരവും എല്ലാം തുല്യമായ ചതുരക്കട്ടയെ നമുക്ക് എന്ത് പറയാം? സമചതുരക്കട്ട എന്ന് പറയാം. കൂട്ടുകാർക്ക് മനസ്സിലായോ? നീളവും തുല്യം, വീതിയും തുല്യം, ഉയരവും തുല്യം. ഇത് 3ഉം തുല്യമായ ചതുരക്കട്ട, അതാണ് സമചതുരക്കട്ട. ഇനി എന്തെല്ലാം സമചതുരക്കട്ട ആകൃതിയിലുള്ള വസ്തുക്കൾ ഉണ്ട് നമുക്ക് നോക്കാം. സമചതുരക്കട്ടയുടെ ആകൃതിയിലുള്ള വസ്തുക്കൾ ഏതൊക്കെയാണ്? ഒന്ന് ഇവിടെ ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട് അല്ലെ? എന്താണ്? ഒന്ന് ഇവിടെ ചിത്രത്തിൽ കൊടുത്തതാണ് റുബിക്സ് ക്യൂബ് എന്ന് പറയുന്നു. റുബിക്സ് ക്യൂബ് അല്ലെ? റുബിക്സ് ക്യൂബ് നമ്മൾ കളിക്കാറുള്ള റുബിക്സ് ക്യൂബ് ആണ്. രണ്ട് നമ്മള് കളിക്കാറുള്ള ഡൈസ് അല്ലെ? ഇതിനെന്താ പറയുന്നത്? ഡൈസ് എന്ന് പറയും അല്ലെ? കളിക്കാനുള്ള കട്ട. 1, 2, 3, 4, 5, 6 വരെ നമ്പറുകൾ ഉള്ള കട്ടയാണ് എന്ത്? ഡൈസ് അല്ലെ? ഡൈസ് നമ്മളൊക്കെ പാമ്പും കോണിയും കളിക്കാറുണ്ടല്ലോ. സ്നേക്ക് ആൻഡ് ലാഡർ. സ്നേക്ക് ആൻഡ് ലാഡർ കളിക്കുന്ന കട്ടയാണ് ഡൈസ് എന്ന് പറയുന്നത് അല്ലെ? കളിക്കാനുള്ള കട്ട. ഇനിയോ ഷുഗർ ക്യൂബ്സ് അല്ലെ? ചില ഷുഗർ ക്യൂബ്സ്, നമ്മുടെ പഞ്ചസാര കട്ടയുണ്ടല്ലോ, കൽക്കണ്ടത്തിന്റെ കട്ട, പഞ്ചസാരയുടെ വലിയ കട്ടയുണ്ടാവും, കൽക്കണ്ട കട്ട, അതൊക്കെ കണ്ടിട്ടുണ്ടോ? അതെന്താണ്? അത് നമ്മുടെ സമചതുരക്കട്ടയുടെ ആകൃതിയാണ്. അതുപോലെ ചില സമ്മാനപ്പെട്ടികൾ എന്താണ്? സമചതുരക്കട്ടയുടെ ആകൃതിയാണ്. യെസ്, ജംഷീന പറഞ്ഞിട്ടുണ്ട് ഐസ് ക്യൂബ് അല്ലെ? ഐസ് ക്യൂബ് എന്ന് പറയുന്നത് എന്താണ്? സമചതുരക്കട്ടയുടെ ആകൃതിയിലാണ്, ഐസ് ക്യൂബ്. ഇനിയോ ക്യൂബ് രൂപത്തിലുള്ള കളിപ്പാട്ടങ്ങൾ ഉണ്ടാവും. ചില കളിപ്പാട്ടങ്ങൾ ഉണ്ടാവും നമ്മൾ ഇങ്ങനെ ബ്ലോക്ക് ആയിട്ട് അടുക്കി വെക്കുന്നു അല്ലെ? ബ്ലോക്ക് വെച്ചുകൊണ്ട് ബിൽഡിങ്ങും അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ നിർമ്മിക്കാറുണ്ട് കൂട്ടുകാർ അല്ലെ? ആ ബ്ലോക്ക് നിർമ്മിക്കുന്ന കട്ടകൾ യെസ് ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയും. ബിൽഡിംഗ് ബ്ലോക്കുകൾ എന്തുണ്ട്? സമചതുരക്കട്ടയുടെ ആകൃതിയിൽ ഉണ്ടാവാറുണ്ട്. ചിലതരം കെട്ടിടങ്ങൾ ബിൽഡിങ്ങുകൾ ഉണ്ടാവാറുണ്ട്. അതുപോലെ ചില ബോക്സുകൾ അല്ലെ? ചിലതരം പെട്ടികൾ എന്താണ്? സമചതുരക്കട്ടയുടെ ആകൃതിയിലാണ്. അതുപോലെ ചിലതരം ചോക്ക് കട്ടകൾ, ചില ചോക്കയുടെ പെട്ടിയൊക്കെ നിങ്ങൾ സ്കൂളിൽ കണ്ടിട്ടുണ്ടാവില്ലേ കൂട്ടുകാരെ? ചോക്കിന്റെ പെട്ടി ടീച്ചർമാരൊക്കെ ഓഫീസ് റൂമിൽ വെക്കാറുള്ള ചോക്കിന്റെ പെട്ടി ഉണ്ട് അല്ലെ? ആ ചോക്കിയുടെ പെട്ടി എന്താണ്? സമചതുരക്കട്ടയുടെ ആകൃതിയിൽ എന്ത് ചെയ്യാറുണ്ട്? ചോക്കിന്റെ പെട്ടികൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് സമചതുരക്കട്ടയുടെ ആകൃതിയിലുള്ള രൂപങ്ങൾ എന്ന് പറയുന്നത്. കൂട്ടുകാർക്ക് മനസ്സിലായോ? കൂട്ടുകാർക്ക് പറഞ്ഞ കാര്യം മനസ്സിലായോ? യെസ് ഓർ നോ? യെസ്. ഇനി ചതുരക്കട്ടയുടെ ആകൃതിയിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. കൂട്ടുകാർ മനസ്സിലാക്കുക, ചതുരക്കട്ടയുടെ ആകൃതിയിലുള്ള വസ്തുക്കൾ. സമചതുരക്കട്ട നമ്മൾ പറഞ്ഞു, ചതുരക്കട്ടയാണ് ഇനി പറയുന്നത്. ചതുരക്കട്ടയാണെങ്കിൽ എന്താണ് കൂട്ടുകാരെ അതിന്റെ പ്രത്യേകത? ചതുരക്കട്ടയാണെങ്കിൽ അതിന്റെ എല്ലാ വശങ്ങളും തുല്യമല്ല, എന്നാൽ നീളവും വീതിയും ഉയരവുമുള്ള രൂപമായിരിക്കും ചതുരക്കട്ട. നീളമുണ്ട്, വീതിയുണ്ട്, ഉയരമുണ്ട്, എന്നാൽ എന്തല്ല? എല്ലാ വശങ്ങളും തുല്യമല്ല. അതാണ് എന്ത്? ചതുരക്കട്ട എന്ന് പറയുന്നത് അല്ലെ കൂട്ടുകാരെ? അപ്പൊ ചതുരക്കട്ട വേണമെങ്കിൽ കൂട്ടുകാർക്ക് എന്ത് ചെയ്യാം? വരച്ചു നോക്കാൻ വേണ്ടിയിട്ട് പറ്റും അല്ലെ? എന്ത് ചെയ്യാം? ഒരു ചതുരം ഇങ്ങനെ വരയ്ക്കുക, അതുപോലെ തന്നെ തൊട്ട് താഴെ മറ്റൊരു ചതുരം ഇങ്ങനെ വരച്ചു കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്താൽ മതി? കൂട്ടുകാർ ഇതിങ്ങനെ പരസ്പരം മാച്ച് ചെയ്ത് കൊടുത്താൽ കൂട്ടുകാർക്ക് എന്ത് ചെയ്യാം? കൂട്ടുകാർക്ക് ചതുരക്കട്ട വരക്കാം. ഓക്കെ, അപ്പൊ ചതുരക്കട്ട മാച്ച് ഇവിടെ വരച്ചിട്ടുണ്ട്.
അതിനെന്തുണ്ട്? നീളമുണ്ട്, വീതിയുണ്ട്, ഉയരമുണ്ട്. എന്നാൽ എന്തല്ല? എല്ലാ വശങ്ങളും തുല്യമല്ല. എല്ലാ വശങ്ങളും തുല്യമല്ല. എന്നാൽ നീളവും വീതിയും ഉയരവുമുള്ള രൂപമാണ് ചതുരക്കട്ട. ഓക്കെ ആണല്ലോ കൂട്ടുകാരെ? ഇനി ചതുരക്കട്ടയുടെ ആകൃതിയിലുള്ള വസ്തുക്കൾ എന്തൊക്കെ കൂട്ടുകാർക്ക് അറിയാം? കൂട്ടുകാർക്ക് അറിയുന്നതൊക്കെ പറഞ്ഞോ. ചതുരക്കട്ടയുടെ ആകൃതിയിലുള്ള കൂട്ടുകാർക്ക് അറിയുന്ന വസ്തുക്കളൊക്കെ ഒന്ന് കമന്റ് ആയിട്ട് ഇട്ടേ. എന്തൊക്കെ അറിയാം? ഒന്ന് പുസ്തകങ്ങൾ അല്ലെ, നമ്മുടെ പുസ്തകങ്ങൾ. അതിന് നീളമുണ്ട്, വീതിയുണ്ട്, ഉയരമുണ്ട് അല്ലെ. പുസ്തകം കട്ടിയില്ല, ആ കട്ടി എന്താണ്? പുസ്തകത്തിന്റെ ഉയരമാണ് അല്ലെ. ഇനി ഇഷ്ടിക കണ്ടിട്ടുണ്ടാവും അല്ലെ കുട്ടികളെ? ഇഷ്ടിക കണ്ടിട്ടില്ലേ? ഇഷ്ടിക. അതുപോലെ ചെങ്കല്ലൊക്കെ ഉണ്ട് അല്ലെ. നമ്മുടെ വീടുകളൊക്കെ പടുക്കാൻ ഉപയോഗിക്കുന്ന, വീടിന്റെ ചുവരൊക്കെ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ചെങ്കല്ലുകളുണ്ട്, ഇഷ്ടികകളുണ്ട്. ഇതൊക്കെ എന്താണ്? ചതുരക്കട്ടയുടെ ആകൃതിയാണ്. ഇനി കൂട്ടുകാരുടെ മൊബൈൽ ഫോൺ ഇല്ലേ? ക്ലാസ് കേൾക്കുന്ന മൊബൈൽ ഫോൺ. കൂട്ടുകാരെല്ലാം ക്ലാസ് കേൾക്കുന്നത് മൊബൈലിലാണ്. ആ മൊബൈൽ ഫോൺ ഒന്ന് കൂട്ടുകാർ നോക്കൂ. ആ മൊബൈൽ ഫോണിന് നീളമുണ്ട്, വീതിയുണ്ട്, ഉയരമുണ്ട് അല്ലെ. ഉയരമാണ് ആ മൊബൈൽ ഫോണിന്റെ. കട്ടിയില്ല കൂട്ടുകാരെ. ആ കട്ടി എന്ന് പറയുന്നത് എന്താണ്? അത് നമ്മുടെ ഉയരമാണ്. ഇനിയോ ടി വി അല്ലെ. ടി വി അതിന് നീളം, വീതിയും, ഉയരവും ഉണ്ട്. മേശ, കൂട്ടുകാർ പഠിക്കുന്ന ടേബിൾ ഇല്ലേ? സ്റ്റഡി ടേബിള്. അതിന് നീളമുണ്ടായിരിക്കും, വീതി ഉണ്ടായിരിക്കും, ഉയരമുണ്ടായിരിക്കും. അതുപോലെ തന്നെ ലാപ്ടോപ്പ്, പെൻസിലിന്റെ ബോക്സ് ഉണ്ടല്ലോ, പെൻസിലിന്റെ ബോക്സ്. അതുപോലെ തന്നെ വാതിലുകള്, വിൻഡോസ് അല്ലെ. വിൻഡോസ്, ജനവാതിൽ എന്ന് പറയുന്നു. അതുപോലെ തീപ്പെട്ടി, മാച്ച് ബോക്സ്. ഇവിടെ കണ്ടോ, ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട് മാച്ച് ബോക്സ് അല്ലെ. മാച്ച് ബോക്സിന് എന്തുണ്ട്? മാച്ച് ബോക്സിന് നീളമുണ്ട്, വീതിയുണ്ട്, ഉയരമുണ്ട്. ഇത് മൂന്നും മാച്ച് ബോക്സിനുണ്ട്. അപ്പൊ അത് എന്താണ്? അത് ചതുരപ്പെട്ടിയുടെ ആകൃതിയാണ്. പാത്രങ്ങൾ, ചില തരം പാത്രങ്ങൾ, എല്ലാ പാത്രങ്ങളും അല്ല. നമ്മുടെ വീട്ടിലൊക്കെ മിക്ക പാത്രങ്ങളും എന്താണ്? വട്ടത്തിലാണുള്ളത് അല്ലെ. എന്നാൽ ചില പാത്രങ്ങൾ പെട്ടികൾ. അതുപോലെ തന്നെ റെഫ്രിജറേറ്റർ. വീട്ടില് റെഫ്രിജറേറ്റർ ഉണ്ടാവും അല്ലെ. ഫ്രിഡ്ജ്, കിച്ചണിലുള്ള ഫ്രിഡ്ജ് ഉണ്ടല്ലോ, അതാണ് റെഫ്രിജറേറ്റർ. അതൊക്കെ ചതുരക്കട്ടയുടെ ആകൃതിയിലുള്ള വസ്തുക്കളാണ്. കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ യെസ് എന്ന് പറയൂ. യെസ്. ഓക്കെ. ഇനി കൂട്ടുകാരെ അടുത്തത് പറയാൻ വേണ്ടി പോകുന്നതാണ് ഗോളാകൃതി. എന്താണ് ഗോളാകൃതി എന്നറിയോ കൂട്ടുകാരെ? കൂട്ടുകാരൊക്കെ പപ്പടം കണ്ടിട്ടില്ലേ? പപ്പടം പൊരിക്കുന്നതിന് മുൻപ് അല്ലെ, പപ്പടം എന്ത് ചെയ്യും? എണ്ണയിലിട്ട് പൊരിക്കും, അല്ലെങ്കിൽ എണ്ണയിൽ കാച്ചും അല്ലെ. എണ്ണയിൽ കാച്ചിയെടുക്കും. ആ പപ്പടങ്ങൾ പൊരിക്കുന്നതിന് മുൻപ് എന്ത് ചെയ്യും? വട്ടത്തിലാണ് ഉണ്ടാവുക അല്ലെ. പപ്പടം പൊരിക്കുന്നതിന് മുൻപ് എങ്ങനെ ഉണ്ടാവുക? വട്ടത്തിലാണ് ഉണ്ടാവുക, അഥവാ വൃത്താകൃതിയിലാണ് ഉണ്ടാവുക, സർക്കിളിന്റെ ഷേപ്പിലാണ് ഉണ്ടാവുക അല്ലെ. പപ്പടം എണ്ണയിൽ കാച്ചുന്നതിന് മുൻപ് വൃത്താകൃതിയിൽ, വട്ടത്തിലുണ്ടാവും. എന്നാ നല്ല തിളച്ച വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ പപ്പടം ഇട്ട് കൊടുക്കുക. നല്ല തിളച്ച വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ പപ്പടം ഇട്ട് കൊടുക്കുമ്പോ ആ പപ്പടം എന്ത് ചെയ്യും? നല്ല വീർത്ത് വരും അല്ലെ. നല്ല വീർത്ത് വരും. അങ്ങനെ വീർത്ത് വരുമ്പോ എന്താവും? അത് വട്ടത്തിലാണോ ഉണ്ടാവുക? അല്ല, അത് പിന്നെ കുറച്ചുകൂടെ ഉരുണ്ട ഷേപ്പിലായിട്ട് മാറും അല്ലെ. അത് കുറച്ചുകൂടെ ഉരുണ്ട ഷേപ്പിലായിട്ട് മാറും. നമ്മുടെ പന്തൊക്കെ ഉണ്ടല്ലോ, ഫുട്ബോൾ പന്ത്, അതുപോലെ തന്നെ നമ്മുടെ ക്രിക്കറ്റ് പന്ത്, ഈ ഒരു രൂപത്തിലേക്ക് എന്ത് ചെയ്യും? നമുക്ക് രൂപത്തിലേക്ക് മാറും. ആ ആകൃതിയാണ് എന്ത്? ഗോളാകൃതി എന്ന് പറയുന്നത്. നമ്മുടെ ഫുട്ബോൾ ഇല്ലേ കൂട്ടുകാരെ? ഈ ഫുട്ബോളിന്റെ ആകൃതി ഇത് വട്ടമാണോ? അല്ല, വട്ടമല്ല. ഇത് വട്ടമല്ല. പകരം എന്താണ്? ഇതിനെ പറയുന്ന പേരാണ് ഗോളാകൃതി എന്ന് പറയും. ഗോളാകൃതി. കൂട്ടുകാർ മനസ്സിലാക്കുക. പന്ത് പോലെ ഉരുണ്ട വസ്തുക്കളെ നമുക്ക് എന്ത് പറയാം? ഗോളാകൃതി എന്ന് പറയാം. ഓക്കെ ആണല്ലോ? അപ്പോ എന്താണ്? ഫുട്ബോള്, ബാസ്കറ്റ് ബോള് തുടങ്ങിയ പന്തുകൾ, ഇതാണ് ഗോളാകൃതിയിലുള്ള വസ്തുക്കൾ. ഗോളാകൃതിയിലുള്ള വസ്തുക്കൾ. അതുപോലെ കൂട്ടുകാർ പറയുന്നുണ്ട് ലഡു അല്ലെ. കൂട്ടുകാർക്കൊക്കെ ലഡു ഇഷ്ടമാണ് അല്ലെ. നമ്മുടെ ചോട്ടാ ഭീം ഉണ്ടല്ലോ, ചോട്ടാ ഭീം. ലഡു തിന്നാൽ ശക്തനാവുന്ന ചോട്ടാ ഭീം. ആ ലഡു ഉണ്ടല്ലോ, ആ ലഡു എന്ന് പറയുന്നത് എന്താണ്? ലഡു. അത് ഗോളാകൃതിയിലാണ്. കൂട്ടുകാർ പറഞ്ഞത് കൊണ്ട് മാഷ് എന്ത് ചെയ്യാം? സ്ലൈഡിൽ ഉൾപ്പെടുത്താണ് കേട്ടോ. ലഡു എന്ന് പറയുന്നത് ഗോളാകൃതി. അതുപോലെ ഭൂമി, ചൊവ്വ, ചന്ദ്രൻ തുടങ്ങിയ ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും അല്ലെ. ഗ്രഹങ്ങള്, ഉപഗ്രഹങ്ങളിലെ സൂര്യൻ, നക്ഷത്രങ്ങളൊക്കെ എന്താണ്? ഗോളാകൃതിയിലാണ് മിക്ക നക്ഷത്രങ്ങളും. അപ്പോ ഇനി ഓറഞ്ച്, ആപ്പിള്, മുന്തിരി, തണ്ണിമത്തൻ തുടങ്ങിയ ചില
ഫ്രൂട്ട്സ് അല്ലെ, ഫ്രൂട്ട്സ് ഏതൊക്കെയാണ്? ഓറഞ്ച്, ആപ്പിള്, അതുപോലെ തന്നെ മുന്തിരി. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ഗോളാകൃതിയിലാണ് അല്ലെ. അതുപോലെ ബലൂണ്, വീർപ്പിച്ച ബലൂണ് അല്ലെ, വീർപ്പിച്ച ബലൂണ്. അതുപോലെ ഗ്ലോബ്. എന്താ ഗ്ലോബ്? ഗ്ലോബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൂമിയുടെ മോഡലാണ് അല്ലെ, ഭൂമിയുടെ മോഡലാണ് ഗ്ലോബ് എന്ന് പറയുന്നത്. അതുപോലെ കണ്ണുകൾ, നമ്മുടെ മനുഷ്യന്റെ കണ്ണുകളിലല്ലോ, മനുഷ്യന്റെയും മറ്റു ജീവികളുടെ ഒക്കെ കണ്ണുകൾ എന്താണ്? ഉരുണ്ടിട്ടാണ് അല്ലെ. അപ്പൊ അതൊക്കെ എന്താണ്? ഗോളാകൃതിയിലാണ് കാണപ്പെടുന്നത്. യെസ്, ഐസ്ക്രീം ബോൾ അല്ലെ, ഐസ്ക്രീം ബോൾ എന്താണ്? ഗോളാകൃതിയാണ്. ഐസ്ക്രീം ബോൾ നല്ല പോയിന്റ് ആട്ടോ കൂട്ടുകാർ പറയുന്നത്. ഐസ്ക്രീം ബോൾ എന്ന് പറയാം, ഐസ്ക്രീം ബോൾ അല്ലെങ്കിൽ ഐസ്ക്രീം പന്ത്, അതൊക്കെ ഗോളാകൃതിയാണ്. ഓക്കെ, കൂട്ടുകാർക്ക് മനസ്സിലായോ? കൂട്ടുകാർക്ക് മനസ്സിലായോ? യെസ് ഓർ നോ? യെസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കൂട്ടുകാരെ നമ്മൾ അടുത്തത് പഠിക്കാൻ വേണ്ടി പോകുന്നതാണ് വൃത്തസ്തൂപിക. കൂട്ടുകാർ മനസ്സിലാക്കുക, വൃത്തസ്തൂപിക. എന്താണ് വൃത്തസ്തൂപിക എന്നറിയോ കൂട്ടുകാരെ? വൃത്തസ്തൂപിക എന്ന് പറഞ്ഞാൽ ഒരു വട്ടം ഉണ്ടായിരിക്കും, ഒരു വൃത്തം അല്ലെങ്കിൽ ഒരു വട്ടം ഉണ്ടായിരിക്കും. ആ വട്ടത്തിന് മുകളിലോട്ട് കൂർത്ത് പോകുന്നതാണ് വൃത്തസ്തൂപിക. ഒരു വട്ടം ഉണ്ടായിരിക്കും, മാഷൊന്നുകൂടെ പറയാം. ഒരു വട്ടം, ഒരു വട്ടം അതിന്റെ മുകളിലോട്ട് ഇങ്ങനെ കൂർത്ത രൂപത്തിൽ പോകുന്നു, അതാണ് വൃത്തസ്തൂപിക എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇതിനെന്ത് പറയും? വൃത്തസ്തൂപിക എന്ന് പറയും, കോൺ എന്ന് പറയും, വൃത്തസ്തൂപിക. കൂട്ടുകാരെ, നിങ്ങളൊക്കെ കോൺ ഐസ്ക്രീം കണ്ടിട്ടുണ്ടോ? കോൺ ഐസ്ക്രീം, കോൺ ഐസ്ക്രീം കണ്ടിട്ടുണ്ടോ? കോൺ ഐസ്ക്രീം, ഐസ്ക്രീം കോൺ കണ്ടിട്ടുണ്ടാവും അല്ലെ. ദാ ഇവിടെ ചിത്രത്തിലുണ്ട് അല്ലെ, ഐസ്ക്രീം കോൺ ഇവിടെ ചിത്രത്തിലുണ്ട്. ഇത് കണ്ടോ? ഇവിടെ മുകളിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു വൃത്തമുണ്ട്, താഴോട്ട് ഇങ്ങനെ കൂർത്ത രൂപത്തിൽ വരുന്നു. ഇനി മുകളിലുള്ള ചിത്രം നോക്കൂ, ഇതെന്താണ്? ജന്മദിന തൊപ്പിയാണ് അല്ലെ, ബർത്ത്ഡേ ഹാറ്റ് ആണ് അല്ലെ, ജന്മദിന തൊപ്പി. ഇതിന്റെ ഒരു ഭാഗത്തൊരു വട്ടമുണ്ട്, മുകളിലേക്ക് കൂർത്ത രൂപത്തിൽ പോകുന്നു അല്ലെ, മുകളിലേക്ക് കൂർത്ത രൂപത്തിൽ പോകുന്നു. ഇതിനെയാണ് വൃത്തസ്തൂപിക എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. ബർത്ത്ഡേ ക്യാപ്പ്, അതെന്താണ്? അത് വൃത്തസ്തൂപികയാണ്. അപ്പൊ എന്തൊക്കെയാണ് വൃത്തസ്തൂപിക എന്ന് നമുക്ക് നോക്കാം. ഒന്ന് ജന്മദിന തൊപ്പി, ജന്മദിന തൊപ്പി അല്ലെ, ബർത്ത്ഡേ ഹാറ്റ് എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഐസ്ക്രീം കോണ്, ഐസ്ക്രീം കോണ്, അതെന്താണ്? വൃത്തസ്തൂപികയാണ്. യെസ്, ക്രിസ്മസ് ട്രീ. കമന്റിൽ ഒരു കൂട്ടുകാരി പറഞ്ഞിട്ടുണ്ട് ക്രിസ്മസ് ട്രീ അല്ലെ, ക്രിസ്മസ് ട്രീ കണ്ടിട്ടില്ലേ? ക്രിസ്മസ് ട്രീ എങ്ങനെയാണ്? അത് മുകളിലോട്ട് കൂർത്ത് പോവുകയാണ്. അതുപോലെ തന്നെ അതിന്റെ ലീഫ് തുടങ്ങുന്ന ഭാഗത്ത് ഒരു റൗണ്ട് ആയിട്ട് ഇങ്ങനെ നമുക്ക് ഫീൽ ചെയ്യും, അതെന്താണ്? അത് വൃത്തസ്തൂപികയാണ്. അതുപോലെ ഫണൽ ഉണ്ടാവും അല്ലെ, വീട്ടില് ഫണൽ ഉണ്ടാവും, ഫണല്. യെസ്, ഫണല് എന്ത് ചെയ്യും? ഉണ്ടാവും. അതെന്താണ്? ഫണല് അല്ലെ. നമ്മുടെ വീട്ടിലൊക്കെ വെളിച്ചെണ്ണ ഒക്കെ വലിയ കുപ്പിയിൽ നിന്ന് ചെറിയ കുപ്പിയിലേക്കൊക്കെ ഒഴിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫണലുകൾ ഉണ്ട്. അതുപോലെ റോഡ് കോൺ, റോഡ് കോൺ എന്താ പറയുക കൂട്ടുകാരെ? നമ്മളൊക്കെ റോഡില് വാഹനങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാറുണ്ട്? ഒരു സാധനം വെക്കാറുണ്ട്, അതിന് പറയുന്നതാണ് റോഡ് കോൺ എന്ന് പറയും. അല്ലെങ്കിൽ ഫുട്ബോൾ ഗ്രൗണ്ടിലൊക്കെ താരങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാറുണ്ട്? ആ കോണുകൾ വെക്കാറുണ്ട് അല്ലെ. ഒരു കൂർത്ത് റെഡ് ആൻഡ് വൈറ്റ് കളറിൽ പെയിന്റ് ചെയ്തത് നിങ്ങൾ റോഡിൽ കണ്ടിട്ടുണ്ടാവും. വാഹനങ്ങളൊക്കെ പോകുന്നത് തടയാൻ വേണ്ടിയിട്ട് റോഡിൽ വെക്കുന്നതാണ് റോഡ് കോൺ. അതുപോലെ ചില ടെന്റുകള്, അതുപോലെ തന്നെ ചില ടവറുകൾ ഉണ്ടാവും വൃത്തസ്തൂപികയുടെ ആകൃതിയിൽ, വൃത്തസ്തൂപികയുടെ ആകൃതിയിലുള്ള ചില ടവറുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ ക്ഷേത്രങ്ങളിലെ ചില ഗോപുരങ്ങൾ, ചില അമ്പലങ്ങളും ക്ഷേത്രങ്ങളിലൊക്കെ എന്ത് ചെയ്യാറുണ്ട്? കൂർത്ത രൂപത്തില് അതിന്റെ രൂപങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അതൊക്കെ എന്താണ്? വൃത്തസ്തൂപികയുടെ ആകൃതിയിലാണ്. അതുപോലെ തന്നെ കോൺ ഐസ്ക്രീം, ഐസ്ക്രീം കോണൊക്കെ എന്താണ്? വൃത്തസ്തൂപികയുടെ ആകൃതിയിലാണ്. ഓക്കെ ആണോ കൂട്ടുകാരെ? ഓക്കെ ആണോ? ഓക്കെ. അപ്പോ കൂട്ടുകാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇനി നമ്മള് വിവിധ രൂപങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി രൂപങ്ങളുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് നമ്മുടെ LSS പരീക്ഷക്കും അതുപോലെ തന്നെ 4ാം ക്ലാസ്സിലെ പരീക്ഷക്കും ഒക്കെ ചോദ്യം വരിക എന്നുള്ളതാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോ മാഷ് ഇനി ചോദ്യങ്ങളിലേക്കാണ് പോകുന്നത്. അപ്പൊ അതിന് മുന്നോടിയായിട്ട് മാഷ് ചെറിയൊരു കാര്യം നമ്മൾ പരിചയപ്പെടുത്താണ്. നമ്മളെ ടീമിന്റെ പേരെന്തായിരുന്നു? ഓർമ്മയുണ്ടോ കൂട്ടുകാർക്ക്? ടീം 4ലെ കൂട്ടം, ടീം 4ലെ കൂട്ടം. അപ്പോ ടീം 4ലെ കൂട്ടം കൂട്ടുകാർ മനസ്സിലാക്കുക, നമ്മൾ LSS വിന്നർ എന്ന് പറയുന്ന ഒരു
മിഷൻ 2026 LSS ബാച്ച് മാഷ് ആരംഭിച്ചിട്ടുണ്ട്. നമ്മുടെ നാലിലക്കൂട്ടം എന്നുള്ള ടീമുകള് ഈ ഒരു LSS വിന്നർ എന്ന് പറയുന്ന ഒരു ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോ ഈ ബാച്ചിന്റെ പ്രത്യേകത കൂട്ടുകാർക്ക് മാഷ് പറഞ്ഞു തരാം. ഈ ഒരു ബാച്ചിൽ കൂട്ടുകാർക്ക് 4ാം ക്ലാസ്സിൽ LSSന് വേണ്ടി എന്തെല്ലാം പഠിക്കാനുണ്ടോ ആ കാര്യങ്ങളെല്ലാം കൂട്ടുകാർക്ക് ഈ ഒരു ബാച്ചിൽ എന്ത് ചെയ്യും, LSS വിന്നറിന്റെ ഈ ഒരു LSS ബാച്ചിൽ കൂട്ടുകാർക്ക് ലഭിക്കും. ആ ക്ലാസ്സിൽ എന്ത് ചെയ്യും, കൂട്ടുകാർക്ക് LSS പരീക്ഷ വിജയിക്കാൻ എന്തെല്ലാം വേണോ അതെല്ലാം കൂട്ടുകാർക്ക് എന്ത് ചെയ്യും, ലഭിക്കും. നമ്മളെ ടീം 4 കൂട്ടം എല്ലാ ദിവസവും ഗൂഗിൾ ഫോം പരീക്ഷ കണ്ടക്ട് ചെയ്യാറുണ്ട്. ആരൊക്കെ അറ്റൻഡ് ചെയ്യാറുണ്ട് കൂട്ടുകാരെന്ന് കമന്റ് ചെയ്തേ. അറ്റൻഡ് ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ യെസ് എന്ന് കമന്റ് ചെയ്യൂ. ഡെയിലി 4 കൂട്ടം LSSന്റെ മോഡൽ പരീക്ഷകളുടെ ഗൂഗിൾ ഫോം പരീക്ഷ ഗ്രൂപ്പിലൂടെ ഷെയർ ചെയ്യാറുണ്ട്. അറ്റൻഡ് ചെയ്യുന്ന കൂട്ടുകാർ യെസ് എന്ന് പറയൂ. അറ്റൻഡ് ചെയ്യാത്തവർ നോ എന്ന് പറയൂ. യെസ്, ഒരുപാട് കൂട്ടുകാർ എന്ത് ചെയ്യുന്നുണ്ട്, പരീക്ഷ അറ്റൻഡ് ചെയ്യുന്നുണ്ട് അല്ലെ. മാഷിങ്ങനെ നോക്കുമ്പോ ഒരുപാട് കൂട്ടുകാർ എന്ത് ചെയ്യുന്നുണ്ട്, പരീക്ഷ അറ്റൻഡ് ചെയ്ത് കാണുന്നുണ്ട്. ഒരുപാട് കൂട്ടുകാര് അതിനെക്കുറിച്ച് പറയാറുണ്ട്. അപ്പൊ അതൊക്കെ കൂട്ടുകാർക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോ ഈ ഒരു LSS മാസ്റ്റർ എന്ന് പറയുന്ന LSS വിന്നർ എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു ബാച്ചിന്റെ പ്രത്യേകത, ഈ ബാച്ചില് കൂട്ടുകാർക്ക് ക്ലാസ് എടുക്കുന്നത് ആരാണെന്ന് അറിയോ? ഒരുപാട് വർഷങ്ങളായിട്ട് LSSന്റെ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്ത് പരിചയ സമ്പന്നരായിട്ടുള്ള അധ്യാപകരാണ് കൂട്ടുകാർക്ക് എന്ത് ചെയ്യുന്നത്, ക്ലാസ് എടുക്കുന്നത്. ആ ക്ലാസിന്റെ പ്രത്യേകത എന്താ പറയുക കൂട്ടുകാരെ? ആ ക്ലാസ്സിൽ കൂട്ടുകാർക്ക് ലൈവായിട്ട് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. അതുപോലെ റെക്കോർഡഡ് ആയിട്ടും ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. ലൈവും റെക്കോർഡഡ് ആയിട്ടും കൂട്ടുകാർക്ക് എന്ത് ചെയ്യും, ക്ലാസ്സുകൾ ലഭിക്കും. നമ്മുടെ ഈ LSS വിന്നറിന്റെ ക്ലാസ്സുകൾ ഒരു ആപ്പിലൂടെ ഉണ്ടായിരിക്കുക. അപ്പൊ ആ ആപ്പ് എന്ന് പറയുമ്പോൾ കൂട്ടുകാർ ആപ്പ് ഓപ്പൺ ചെയ്താൽ തന്നെ കൂട്ടുകാർക്ക് ആപ്പിൽ വീഡിയോസും മറ്റു സെഷൻസ് എല്ലാം എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ്. അതുപോലെ തന്നെ കൂട്ടുകാർക്ക് എന്ത് ചെയ്യും, മാഷ് ഇവിടെ എടുക്കുന്ന നോട്ട് കണ്ടോ, കൂട്ടുകാർക്ക് ആ ഒരു നോട്ട് കണ്ടോ, ആ നോട്ട്സ് കണ്ടാൽ തന്നെ കൂട്ടുകാർക്ക് പഠിക്കാൻ തോന്നും. ആ രീതിയിൽ മനോഹരമായി ചിത്രങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള മനോഹരമായിട്ടുള്ള നോട്ടുകളാണ് നമ്മൾ ക്ലാസ്സിൽ എടുക്കുന്നത്. അങ്ങനെ മനോഹരമായിട്ടുള്ള നോട്ടുകൾ എന്ത് ചെയ്യും, കൂട്ടുകാർക്ക് ക്ലാസ്സിൽ ലഭിക്കും. അപ്പോ ഈ ഒരു ക്ലാസ് കയറി കഴിഞ്ഞാൽ കൂട്ടുകാർക്ക് എന്ത് ചെയ്യും, കൂട്ടുകാർക്ക് നിങ്ങൾക്ക് ആ ഒരു വീഡിയോ ക്ലാസ് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ക്ലാസ് കഴിഞ്ഞാൽ അതിന്റെ നോട്ട് കൂട്ടുകാർക്ക് PDF ആയിട്ട് ലഭിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ കൂട്ടുകാർക്ക് മനസ്സിലാക്കേണ്ട കാര്യം, കൂട്ടുകാർക്ക് ആപ്പിൽ എന്തുണ്ടാവും, മോഡൽ എക്സാമുകൾ ഉണ്ടാവും. കേട്ടറ്റ് പരീക്ഷ വരെ എന്ത് ചെയ്യും, LSS പരീക്ഷ വരെ കൂട്ടുകാർക്ക് എന്ത് ലഭിക്കും, കൂട്ടുകാർക്ക് ഈ ഒരു നോട്ടുകളും അതുപോലെ തന്നെ മോഡൽ പരീക്ഷകളും കൂട്ടുകാർക്ക് എന്ത് ചെയ്യും, കൂട്ടുകാർക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ എക്സാംസ് മാത്രമല്ല, LSS പരീക്ഷ വരെ കൂട്ടുകാർക്ക് മോഡൽ പരീക്ഷകളും അതിന്റെ ഡിസ്കഷനും ലഭിക്കും. അഥവാ ഒരു ചോദ്യം വന്നാൽ ആ ചോദ്യം എങ്ങനെ ഉത്തരം ചെയ്യും, ആ ചോദ്യത്തിന്റെ ഉത്തരം എന്താണ്, അതുപോലെ തന്നെ ആ ഒരു ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് എങ്ങനെ എത്തിച്ചേരാൻ പറ്റും, ഇങ്ങനെയുള്ള ഡിസ്കഷൻസ് എന്ത് ചെയ്യും, കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് നൽകുന്നതായിരിക്കും. അതുപോലെ തന്നെ ഓരോ ക്ലാസ്സും കൂട്ടുകാർക്ക് ആപ്പിൽ ലഭിക്കും. ആ ഓരോ ക്ലാസ്സിന്റെയും നോട്ട്സ് എന്ത് ചെയ്യും, ഷോർട്ട് നോട്ടായിട്ട് വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് പ്രധാനപ്പെട്ട പോയിന്റുകളെല്ലാം ഉൾപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യും, കൂട്ടുകാർക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, PDF നോട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ളത് ഉണ്ടാവും. അതിന് പുറമെ ഏറ്റവും പ്രധാനപ്പെട്ട ഷോർട്ട് നോട്ടുകളായിട്ടുള്ള പ്രധാനപ്പെട്ട ക്യാപ്സ്യൂൾ നോട്ടുകളും കൂട്ടുകാർക്ക് എന്ത് ചെയ്യും, ഈ ഒരു LSS വിന്നർ ബാച്ചിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പൊ കൂട്ടുകാർക്ക് ഈ ഒരു 2025-26 വർഷത്തിൽ നടക്കുന്ന LSS വിജയിക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ, ഈ LSS നിങ്ങൾക്ക് വേണമെന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ, ഈ 2026 ഫെബ്രുവരി മാസത്തിൽ നടക്കുന്ന LSS കൂട്ടുകാർക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ കൂട്ടുകാർക്ക് ധൈര്യമായിട്ട് നമ്മുടെ ഈ 4 കൂട്ടം നടത്തുന്ന LSS വിന്നർ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. കൂട്ടുകാർ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ LSS വിന്നർ ബാച്ചിലേക്ക് 1000 രൂപ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഫീസ് വരുന്നത്. 2000, 3000, 4000 ഒന്നും കൂട്ടുകാർ കൊടുക്കണ്ട. 1000 രൂപ കൊടുക്കുകയാണെങ്കിൽ കൂട്ടുകാർക്ക് ഈ ഒരു LSS വിന്നറിന്റെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പൊ കൂട്ടുകാർ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഈ ഒരു LSS വിന്നർ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ കൂട്ടുകാർക്ക് ആഗ്രഹമുണ്ടെങ്കിൽ കൂട്ടുകാർ എന്ത് ചെയ്താൽ മതി,
ഈ ഇവിടെ കൊടുത്തിട്ടുള്ള നമ്പർ കണ്ടോ? ഈ നമ്പർ കൂട്ടുകാരൊന്ന് നോട്ട് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ കൂട്ടുകാരുണ്ടാവും. ആ ഗ്രൂപ്പിൽ നിന്ന് നമ്പർ എടുത്ത് കൂട്ടുകാർ ജസ്റ്റ് നമ്മുടെ 4 കൂട്ടത്തിന്റെ നമ്പറിലേക്ക് LSS എന്ന് പറഞ്ഞ് മാത്രം ഒരു മെസ്സേജ് അയച്ചാൽ മതി. LSS എന്ന് പറഞ്ഞ് മാത്രം ഒരു മെസ്സേജ് അയക്കുകയാണെങ്കിൽ 4 കൂട്ടം LSS ബാച്ചിലേക്ക് കൂട്ടുകാർക്ക് ജോയിൻ ചെയ്യാനും അതുപോലെ തന്നെ LSS വിജയിക്കാനും കൂട്ടുകാർക്ക് പറ്റും. തീർച്ചയായിട്ടും കൂട്ടുകാരെ വിജയത്തിലേക്ക് എത്തിക്കാനുള്ള എല്ലാവിധ കുറുക്കു വഴികളും മാഷിന്റെ ടീമും എന്ത് ചെയ്യും കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് നൽകുന്നതായിരിക്കും. അപ്പൊ കൂട്ടുകാര് ഈ നമ്പർ എന്ത് ചെയ്യുക? നോട്ട് ചെയ്തെടുക്കുക. ഏതാണ് നമ്പർ? ഈ നമ്പർ നോട്ട് ചെയ്തോ. 9497157497. ഈ നമ്പറിലേക്ക് എന്ത് ചെയ്യുക? കൂട്ടുകാർ വാട്സപ്പില് LSS എന്ന് പറഞ്ഞൊരു മെസ്സേജ് അയക്കുക. ഓക്കെ, ഒന്നുകൂടെ പറഞ്ഞുതരാം. നമ്പർ 9497157497. ഈ നമ്പറിൽ LSS എന്ന് പറഞ്ഞൊരു മെസ്സേജ് അയക്കുകയാണെങ്കിൽ നമ്മുടെ മാഷ് എന്ത് ചെയ്യും? നിങ്ങൾക്ക് റിപ്ലൈ നൽകും. എന്നിട്ട് നമ്മുടെ ബാച്ചിലേക്ക് ആഡ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞുതരും. അപ്പോൾ വീട്ടിൽ പറയാ 1000 രൂപ മാത്രം ഫീ അടച്ചുകൊണ്ട് ഇപ്പോ തന്നെ ഇന്ന് തന്നെ കൂട്ടുകാരുടെ സീറ്റ് എന്ത് ചെയ്യുക? ഉറപ്പിക്കുക. അപ്പൊ ആപ്പിൽ ക്ലാസ്സുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? തുടങ്ങിയിട്ടുണ്ട്. കൂട്ടുകാര് ആപ്പിൽ കയറി കഴിഞ്ഞാൽ ഇന്ന് മുതൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ കിട്ടാനൊക്കെ സാധ്യമാവും. അപ്പൊ ഈ നമ്പറിൽ കൂട്ടുകാരെ മറക്കാതെ എന്ത് ചെയ്യണം? LSS എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് അയക്കണം. മറക്കുക കൂട്ടുകാരെ? നിർബന്ധമായിട്ടും അയക്കണം കേട്ടോ. എല്ലാ കൂട്ടുകാരും അയക്കണം, മറക്കരുത്. സോ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ഇനി കൂട്ടുകാർ പറ, മാഷ് ഇവിടെ 4 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ചതുരത്തിന് ശരിയടയാളം കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് ശരിയടയാളം കൊടുക്കാൻ പറ്റില്ല. അപ്പൊ കൂട്ടുകാർ എന്ത് ചെയ്താൽ മതി? കൂട്ടുകാര് മാഷ് ഇവിടെ നമ്പർ ഇട്ടുതരാം. അപ്പൊ 1 2 3 4 എന്ന് നമ്പർ ഇട്ടിട്ടുണ്ട്. ഇതിൽ ഏതാണ് ചതുരം എന്നുള്ളത് നമ്പർ പറയൂ. 1 2 3 4. ഇതിൽ ഏതാണ് ചതുരം? ഏതാണ് ചതുരം? യെസ്, ഏതാണ് ചതുരം? യെസ്, കൂട്ടുകാർ പറയുന്നുണ്ട്. ചില കൂട്ടുകാര് ശ്രദ്ധിക്കാതെ പറയുന്നുണ്ടോ? 4 ചതുരമാണോ കൂട്ടുകാരെ? അല്ല അല്ലെ? നമുക്ക് നോക്കാം ഏതാണ് ചതുരം. ചതുരം എന്ന് പറയുന്നത് രണ്ടാമത്തേതാണ് അല്ലെ? രണ്ടാമത്തെ ചിത്രമാണ് ചതുരം. 4-മത്തെ ചിത്രം ഏതാ? 4-മത്തെ ചിത്രം ഏതാ? 4-മത്തെ ചിത്രം സമചതുരമാണ് അല്ലെ കൂട്ടുകാരെ? സമചതുരമാണ്, അഥവാ സ്ക്വയർ ആണ്. 4-മത്തെ ചിത്രം സമചതുരം, സ്ക്വയർ ആണ്. എങ്കിൽ കൂട്ടുകാർ പറ, 3-മത്തെ ചിത്രം ഏതാ? 3-മത്തെ ചിത്രം ഏതാ? 3-മത്തെ ചിത്രമാണ് ത്രികോണം, ട്രയാങ്കിൾ എന്ന് പറയും അല്ലെ? ത്രികോണം അഥവാ ട്രയാങ്കിൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ത്രികോണം. ഓക്കെ, ഇനി കൂട്ടുകാർ നോക്കുക, 1-മത്തത് എന്തുകൊണ്ട് ചതുരമായില്ല? എന്തുകൊണ്ട് 1-മത്തത് ചതുരമായില്ല? നമ്മൾ പറഞ്ഞു ചതുരത്തിന് 4 വശങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു. 1-മത്തെ ചിത്രം നോക്കൂ. 1-മത്തെ ചിത്രത്തിൽ 4 വശങ്ങൾ ഉണ്ട്. പക്ഷെ അത് ചതുരാണോ? 1-മത്തെ ചിത്രം ചതുരാണോ? യെസ് ഓർ നോ? 1-മത്തെ ചിത്രം ചതുരമാണോ? യെസ് ഓർ നോ? 1-മത്തെ ചിത്രം ചതുരമാണോ? യെസ് ഓർ നോ? കൂട്ടുകാർ പറ. നോ, ചതുരമല്ല. എന്തുകൊണ്ട്? 4 വശങ്ങളുണ്ട്, 4 മൂലകളുണ്ട്, എന്നിട്ടും ചതുരല്ല. കാരണം എന്താ പറയുക കൂട്ടുകാരെ? ചതുരത്തിന്റെ ഒരു പ്രത്യേകത നമ്മൾ പഠിച്ചു. എതിർവശങ്ങൾ തുല്യമായിരിക്കും. എതിർവശങ്ങൾ തുല്യമായിരിക്കും. ഇവിടെ നോക്കൂ കൂട്ടുകാരെ, ഇതിന്റെ എതിർവശങ്ങൾ തുല്യമാണോ? നമ്മൾ ഇവിടെ 2 വശത്തിന് പേര് കൊടുത്തു, 1 2 എന്നിങ്ങനെ കൊടുത്തു. 1ഉം 2ഉം തുല്യമാണോ? അല്ല. എതിർവശങ്ങൾ എന്തല്ല? തുല്യമല്ല. അതുകൊണ്ട് അത് ചതുരമല്ല. ചതുരമാവണമെങ്കിൽ 4 വശങ്ങൾ ഉണ്ടായിരിക്കണം, 4 മൂലകൾ ഉണ്ടായിരിക്കണം. അതുപോലെ എതിർവശങ്ങൾ എന്താവണം? എതിർവശങ്ങൾ തുല്യമായിരിക്കണം. 1-മത്തതിൽ എതിർവശങ്ങൾ തുല്യമല്ല, അതുകൊണ്ട് ചതുരമല്ല. ഇനി 4-മത്തത് എന്തുകൊണ്ട് സമചതുരമായി? 4-മത്തത് സമചതുരമാവാനുള്ള കാരണം കൂടെ കൂട്ടുകാരറിയണം. 4-മത്തെ ചിത്രത്തിൽ 4 വശങ്ങളും എന്താണ്? തുല്യമാണ്. 4 വശങ്ങളും തുല്യമാണ്, അതുകൊണ്ട് അത് സമചതുരമായി. ഓക്കെ ആണല്ലോ കൂട്ടുകാരെ? സോ മാഷി അടുത്ത ഒരു ചോദ്യം കൂടെ പറയാം. അടുത്തൊരു ചോദ്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ഈ ഒരു ക്ലാസ് എന്ത് ചെയ്യാം കൂട്ടുകാരെ? വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അപ്പൊ കൂട്ടുകാർ ചോദ്യം നോക്കുക. മനു ആശംസാ കാർഡ് ഉണ്ടാക്കുകയാണ്. മനു ആശംസാ കാർഡ് ഉണ്ടാക്കുകയാണ്. വശത്തിന്റെ നീളം 8 സെന്റിമീറ്റർ വീതം വരുന്ന
ഒരു സമചതുരക്കാരന്റെ 4 വശത്തും കമ്പിളി നൂലൊട്ടിച്ചു. എത്ര സെന്റിമീറ്റർ നീളമുള്ള നൂലാണ് മനു ഉപയോഗിച്ചത്? മാഷ് ചോദ്യം ഒരിക്കൽ കൂടെ വായിക്കാം. മനു ഒരു ആശംസാ കാർഡ് ഉണ്ടാക്കുകയാണ്. വശത്തിന്റെ നീളം 8 സെന്റിമീറ്റർ വീതമാണ്. അങ്ങനെ 8 സെന്റിമീറ്റർ വശങ്ങൾ വരുന്ന സമചതുരത്തിന്റെ 4 വശത്തും കമ്പിളി നൂലൊട്ടിച്ചു. എത്ര സെന്റിമീറ്റർ നീളമുള്ള നൂലാണ് കൂട്ടുകാർ ഒട്ടിച്ചിട്ടുണ്ടാവുക, മനു ഒട്ടിച്ചിട്ടുണ്ടാവുക? യെസ്, കൂട്ടുകാർ വളരെ ബ്രില്യന്റ് ആണ്. വെരി ഗുഡ് കൂട്ടുകാരെ. കൂട്ടുകാരുടെ ഈ ഒരു ആർജവം കൂട്ടുകാർ പഠനത്തിൽ കൊടുക്കുകയാണെങ്കിൽ 4 കൂട്ടത്തിന്റെ കൂടെ LSS വിന്നർ ബാച്ചിന്റെ കൂടെ കൂട്ടുകാർക്ക് തീർച്ചയായിട്ടും LSS വിജയത്തിലെത്താൻ വേണ്ടിയിട്ട് പറ്റും. ഈ ഒരു ആർജവം കൂട്ടുകാര് നമ്മുടെ കൂടെയുള്ള പഠനത്തിൽ കൊടുത്താൽ മതി. അപ്പൊ കൂട്ടുകാരെ നമുക്ക് നോക്കാം. മനു ഒരു ആശംസാ കാർഡ് ഉണ്ടാക്കുകയാണെന്ന് പറഞ്ഞു. അതെങ്ങനെയാണ്? സമചതുരാകൃതിയിലാണ് എന്ന് പറഞ്ഞു അല്ലെ? സമചതുരാകൃതിയിലാണ് എന്ന് നമ്മൾ പറഞ്ഞു. കൂട്ടുകാരെ, സമചതുരാകൃതിയിലുള്ളതിന്റെ പ്രത്യേകത നമ്മൾ പഠിച്ചു. എന്താണ് സമചതുരാകൃതി എന്ന് പറയുമ്പോൾ? അതിന്റെ എല്ലാ വശങ്ങളും തുല്യമായിരിക്കും. 4 വശങ്ങളും തുല്യമായിരിക്കും. അതിൽ ഒരു വശത്തിന്റെ നീളം 8 ആണെന്ന് നമ്മളോട് പറഞ്ഞു അല്ലെ? ഒരു വശത്തിന്റെ നീളം 8 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എല്ലാ വശത്തിന്റെ നീളവും എന്തെന്നെയായിരിക്കും? 8 സെന്റിമീറ്റർ തന്നെയായിരിക്കും. എല്ലാ വശത്തിന്റെ നീളവും 8 സെന്റിമീറ്റർ തന്നെയായിരിക്കും. അപ്പൊ ഇതാണ് മനു നിർമ്മിച്ചിട്ടുള്ള സമചതുരാകൃതിയിലുള്ള ആശംസാ കാർഡ്. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ കൂട്ടുകാരെ, ഈ 8 സെന്റിമീറ്റർ വശങ്ങളുള്ള സമചതുര കാർഡ് ആര് നിർമ്മിച്ചു? നമ്മുടെ മനു നിർമ്മിച്ചു. ഇനി മനു എന്താ ചെയ്യുന്നത്? എല്ലാ വശത്തും കമ്പിളി നൂലൊട്ടിച്ചു. അപ്പൊ മാഷ് എന്ത് ചെയ്യാം? കമ്പിളി നൂലിന്റെ അവിടെ ഒരു മഞ്ഞ വര കൊടുക്കാം. അപ്പൊ മനു ഒട്ടിച്ച കമ്പിളി നൂലാണ് മാഷ് എന്ത് ചെയ്യുന്നത്? ഇവിടെ ഇങ്ങനെ വരക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. മഞ്ഞ വര കമ്പിളി നൂലാണെന്ന് കൂട്ടുകാർ എന്ത് ചെയ്യുക? സങ്കല്പിക്കുക. ഓക്കെ, അപ്പൊ ഈ മഞ്ഞ വര കമ്പിളി നൂല്. അപ്പൊ നിങ്ങൾ നോക്ക് കൂട്ടുകാരെ, എത്ര 8 വേണം? എത്ര 8 വേണ്ടി വരും കമ്പിളി നൂല് അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ 8 കൂട്ടിയാൽ നമുക്ക് എത്ര നൂല് വേണമെന്ന് കിട്ടും? യെസ്, 4 8 വേണം അല്ലെ? അപ്പൊ ഈ 8 പരസ്പരം കൂട്ടിയാൽ മതി. 8 കൂട്ടണം 8 8 8 അല്ലെ? ഇതൊന്ന് കൂട്ടിയാൽ എന്ത് കിട്ടും? ഇത് കൂട്ടിയാൽ ആകെ വേണ്ട നൂലുകളുടെ എണ്ണം കിട്ടും. ആകെ വേണ്ട നൂലുകളുടെ എണ്ണം കിട്ടും. അപ്പൊ നമുക്കിത് കൂട്ടി നോക്കുക. കൂട്ടുകാർ ഇനി ശ്രദ്ധിക്കുക. നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു 8 കൂട്ടുന്നു. ഒരു 8 കൂട്ടുമ്പോൾ 8 കിട്ടി. രണ്ടാമത്തെ 8 കൂട്ടുമ്പോ 16 കിട്ടി. 8 8 16. മൂന്നാമത്തെ 8 കൂട്ടുമ്പോ 24 കിട്ടി. നാലാമത്തെ 8 കൂട്ടുമ്പോ 32 കിട്ടി. അപ്പൊ നമുക്ക് എന്ത് പറയാം? 4 8 കൂട്ടുമ്പോ 32 എന്ന് കിട്ടും. അപ്പൊ 32 സെന്റിമീറ്റർ ആണ് ഉത്തരമായിട്ട് വരിക. 32 സെന്റിമീറ്റർ. കൂട്ടുകാരെ, ഇവിടെ നമ്മൾ 8 4 തവണ കൂട്ടി. ശരിയല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? 3ാം ക്ലാസ്സിൽ നമ്മളൊരു കാര്യം പഠിച്ചിട്ടുണ്ട്. റിപ്പീറ്റ് ചെയ്ത് കൂട്ടുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി? ഗുണിച്ചാ പോരെ? നമ്മൾ 8 4 തവണ എടുത്തു അല്ലെ? അപ്പൊ 8 4 തവണ എടുത്തു എന്ന് പറയുമ്പോ നമ്മൾ 8നെ 4 കൊണ്ട് ഗുണിച്ചാലും മതി. 8നെ 4 കൊണ്ട് ഗുണിച്ചാൽ മതി. അഥവാ 8 4 തവണ കൂട്ടുന്നതാണ് 8നെ 4 കൊണ്ട് ഗുണിക്കുന്നത്. അപ്പൊ 8നെ 4 കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടുക? 1 8 8, 2 8 16, 3 8 24, 4 8 എത്രയാണ്? 4 8 32 ആണ്. അപ്പൊ 32 എന്ന് നമുക്ക് ഉത്തരം പറയാൻ വേണ്ടിയിട്ട് പറ്റും. സോ 32 സെന്റിമീറ്റർ നൂലാണ് ആരുപയോഗിച്ചത്? മനു ഉപയോഗിച്ചത്. 32 സെന്റിമീറ്റർ നൂലുകൾ ആരുപയോഗിച്ചു? നമ്മുടെ മനു എന്ന് പറയുന്ന കൂട്ടുകാരൻ ഉപയോഗിച്ചു. കൂട്ടുകാർക്ക് മനസ്സിലായോ? കൂട്ടുകാർക്ക് മനസ്സിലായോ? യെസ്, ഓക്കെ. അപ്പൊ കൂട്ടുകാരെ, നമ്മള് ഈ ഒരു രൂപങ്ങൾ എന്ന് പറയുന്ന പാഠത്തിലെ പ്രധാനപ്പെട്ട കുറച്ച് ഭാഗങ്ങൾ എന്ത് ചെയ്തു? നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ മാഷ് പറഞ്ഞ പോലെ 4 കൂട്ടം എന്ന് പറയുന്ന നമ്മുടെ LSS ബാച്ചിലേക്ക്, LSS വിന്നർ ബാച്ചിലേക്ക് നിങ്ങൾ ഇനി നിങ്ങളുടെ അവസരം നഷ്ടപ്പെടുത്താതെ നിങ്ങൾ ഇന്ന് തന്നെ എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളുടെ വീട്ടുകാരോട് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യുക. മാഷ് പറഞ്ഞ പോലെ 1000 രൂപ മാത്രമാണ് എന്ത് നമുക്ക് ഫീസ് വരുന്നത്. അപ്പൊ കൂട്ടുകാരെന്ത് ചെയ്യുക? ഈ ഒരു നമ്പർ നോട്ട് ചെയ്തെടുക്കുക. ഈ നമ്പറിൽ എന്ത് മെസ്സേജ് അയക്കണം? എന്താ മെസ്സേജ് അയക്കാൻ പറഞ്ഞ് മാഷ്? എന്താ മെസ്സേജ് അയക്കാൻ പറഞ്ഞ് മാഷ്? മെസ്സേജ് അയക്കാൻ പറഞ്ഞത് എന്താണ്? LSS എന്ന് മാത്രം ഒരു മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. LSS എന്ന് മാത്രം
ഒരു മെസ്സേജ് അയച്ചാൽ മതി. നമ്പറാണ് 9497157497. ഓക്കെ, അപ്പൊ കൂട്ടുകാര് എന്തായാലും 4 കൂട്ടത്തിന്റെ കൂടെ കൂടിക്കൊണ്ട് നമ്മുടെ കൂടെ LSS വിജയത്തിലേക്ക് എത്തണം. നിങ്ങൾക്ക് എല്ലാവർക്കും വിജയത്തിലേക്ക് എത്താൻ പറ്റും. കാരണം നിങ്ങൾ എല്ലാവരും എന്താണ് നല്ല രീതിയിൽ മാഷ് ചോദിക്കുന്നതിന് ഉത്തരം പറയുന്നുണ്ട്, ഉത്തരം കമന്റ് ചെയ്യുന്നുണ്ട്, കൂട്ടുകാരെല്ലാം ചെയ്യുന്നുമുണ്ട്. അതുകൊണ്ട് കൂട്ടുകാരെന്ത് ചെയ്യുക, ഈ ഒരു നമ്പർ 9497157497 എന്നുള്ള നമ്പറിൽ LSS എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുക. LSS എന്നിട്ട് മെസ്സേജ് അയക്കുമ്പോൾ കൂട്ടുകാർക്ക് വേണ്ട ഡീറ്റെയിൽസ് എല്ലാം എന്ത് ചെയ്യും, മാഷ് വാട്സപ്പിലൂടെ അയച്ചു തരുന്നതായിരിക്കും. അപ്പോ മാഷ് എന്ത് ചെയ്യാണ്, ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോ ഇനി നമുക്ക് എന്ത് ചെയ്യാം, 4 കൂട്ടത്തിന്റെ LSS വിന്നർ ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ കൂട്ടുകാരെ, ഓക്കെ, താങ്ക് യു, ഗുഡ് നൈറ്റ്, താങ്ക് യു, ഗുഡ് നൈറ്റ്.